വന്യരായ പണ്ഡിതന്മാരെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമളാനിനെ സ്വാഗതം ചെയ്യുകയും പരിശുദ്ധ റമളാനുമായി താൽക്കാലികമായി സന്തോഷപൂർവം വിട പറയുകയും ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ റമളാനിലെ നോമ്പുമായി വിട പറയുന്നതോടെ ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തെ ഹജ്ജ് നിർവഹണവുമായി ബന്ധപ്പെട്ട അതിന് തുടക്കം കുറിക്കുന്ന ശവ്വാൽ മാസത്തിലേക്ക് കടക്കുകയും നമ്മുടെ നാട്ടിൽ ദീനീ വിജ്ഞാനത്തിന്റെ നിരവധി സ്ഥാപനങ്ങൾ തുറന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലാഹുവിന്റെ ദീനിന്റെ അറിവ് പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് ഒഴുകാൻ കാത്തുനിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് നാം ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സദസ്സിൽ പലരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായി കൽപ്പിച്ച ശവ്വാൽ മാസത്തിലുള്ള 6 ദിവസത്തെ നോമ്പിൽ നിന്ന് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ക്ഷീണത്തോടുകൂടി വന്ന് ഇരിക്കുന്നവരാകാൻ സാധ്യതയുണ്ട്. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവന്റെ മഹ്മായ ഫദ്ല് കൊണ്ട് സ്വീകരിക്കുകയും അവൻ പൊരുത്തപ്പെട്ട പാരത്രിക ലോകത്ത് വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. എന്റെ മാന്യ സഹോദരന്മാർ, ഇത് ഇൽമിന്റെ സദസ്സാണ്. ആരെങ്കിലും ചീത്ത പറയാനോ തെറി പറയാനോ നിസ്സാരപ്പെടുത്താനോ അവമതിക്കാനോ അല്ലെങ്കിൽ പരസ്പരം വൈരാഗ്യവും വിദ്വേഷവും വളർത്താനോ ഉള്ള സദസ്സ് അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവാണ്. സൃഷ്ടാവായ അല്ലാഹു അവൻ വലിയ കാരുണ്യമുള്ളവനാണ്. അല്ലാഹു ഒരു ഭീകരൻ എന്ന നിലക്കല്ല അല്ലാഹുവെ അവന്റെ അടിമകൾക്ക് അല്ലാഹു പരിചയപ്പെടുത്തിയത്. മറിച്ച് അല്ലാഹുവിനെ അവൻ അവന്റെ അടിമകൾക്ക് പരിചയപ്പെടുത്തിയത് അല്ലാഹു അർഹമുർ റഹീമീൻ, കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യം ചെയ്യുന്നവൻ, അനുഗ്രഹം ചെയ്യുന്നവരിൽ ഏറ്റവും അനുഗ്രഹം ചെയ്യുന്നവൻ. അങ്ങനെ കാരുണ്യത്തിന്റെ നാഥനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ അനുഗ്രഹം അത് വളരെ വിശാലമാണ്. അവന്റെ കാരുണ്യം എല്ലാ ലോകത്തെയും പൊതിയാൻ മാത്രം വിശാലമാണ്. ആ അല്ലാഹു റഹ്മാൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ
അതിന് നാം പഠിച്ചു വന്നിട്ടുള്ള അർത്ഥം തന്നെ അല്ലാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ എന്നാണ്. അല്ലാഹു റഹ്മാനാണ്, എല്ലാവർക്കും ഗുണം ചെയ്യുന്നവൻ, എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നവൻ, എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ഭൂമിലോകത്തെ ജീവിതത്തിൽ വിവേചനം ഇല്ല. അല്ലാഹുവിനെ അംഗീകരിച്ചവർക്കും അല്ലാഹുവിൽ വിശ്വസിച്ചവർക്കും അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർക്കും അല്ലാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കാത്തവർക്കും എന്തിനധികം പറയണം, അല്ലാഹുവിനെ തള്ളിപ്പറയുന്നവർക്കും അല്ലാഹുവിനെ ചോദ്യം ചെയ്യുന്നവർക്കും അറിവ് കേടുകൊണ്ട് അല്ലാഹുവിനെ ചീത്ത പറയുന്നവർക്കും അല്ലാഹുവിനെ കുറ്റം പറയുന്നവർക്കും അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളെ നിസ്സാരപ്പെടുത്തുന്നവർക്കും അല്ലാഹുവിന്റെ നിയമങ്ങൾ അവഗണിക്കുന്നവർക്കും എല്ലാവർക്കും ഈ ഭൂമിലോകത്ത് അല്ലാഹു കാരുണ്യം ചെയ്യുന്നു. ഇവിടെ വിവേചനം ഇല്ല. അല്ലാഹു റഹ്മാന. നിങ്ങൾ കാണുന്നില്ലേ, ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റാകാൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ, പോകട്ടെ ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ അധിപനാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുക്കാൻ അവൻ മുസ്ലിമാകണം, മുഅ്മിനാകണം എന്ന നിബന്ധന അല്ലാഹു വെക്കുന്നില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ? ലോകമൊട്ടാകെ ഒരുപോലെ അടക്കി ഭരിച്ച 4 രാജാക്കന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതിൽ ഒന്ന് നമ്രൂദ് എന്ന് പറയുന്ന ഒരു ധിക്കാരിയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ എറിയാൻ വേണ്ടി പരിപാടി തയ്യാറാക്കിയ ദുഷ്ടനായ ഭരണാധികാരി നമ്രൂദ്, അവൻ ലോകം അടക്കി ഭരിച്ച ഭരണാധികാരിയായിരുന്നു. ആരാണ് നമ്രൂദിന് ഭരണാധികാരം കൊടുത്തത്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക മൻ തശാ. നമ്രൂദ് എന്ന ധിക്കാരിയായ അവിശ്വാസിക്ക്, അമ്പിയാക്കളുടെ ശത്രുവിന് ലോകത്തിന്റെ ഭരണാധികാരം കൊടു. വേറെ ആരും അല്ല, ലോകത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. ഇതുപോലെ ലോകം അടക്കി ഭരിച്ച മറ്റൊരു ഭരണാധികാരിയാണ് ബുഖ്തുനസർ എന്ന് പറയുന്ന മനുഷ്യൻ. അവനും മുസ്ലിമായിരുന്നില്ല, മുഅ്മിനായിരുന്നില്ല. ഈ ഭൂമിലോകം മുസ്ലിങ്ങൾക്ക് മാത്രമായി, മുഅ്മിനീങ്ങൾക്ക് മാത്രമായി അല്ലാഹു വെച്ചിട്ടുള്ള ഒരു ലോകം അല്ല. ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചത് വൽ അർള വദഅഹാ ലിൽ അനാം, ഭൂമി മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു വെച്ചു എന്നാണ്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല ഈ ഭൂമിലോകം. ഈ ഭൂമിയിൽ മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ അല്ലാത്തവരും, സത്യവിശ്വാസികളും അസത്യവാദികളും, നല്ലവരും ചീത്തപ്രവർത്തി ചെയ്യുന്നവരും, മഹാന്മാരും തെമ്മാടികളും, എല്ലാ വിഭാഗം ജനങ്ങളും അധിവസിക്കുന്ന വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിലോകത്തെ സംവിധാനിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഏത് തെമ്മാടിക്കും ഉന്നതമായ സ്ഥാനം കൊടുത്തു എന്ന് വരാം. അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. നിങ്ങൾ നോക്കൂ,
റഷ്യയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി, അമേരിക്കയുടെ പ്രസിഡന്റ്, ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും രാഷ്ട്രത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ, ഇങ്ങനെ പലരെയും നിങ്ങൾ ഇന്ന് ലോകാടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ വലിയ വലിയ രാഷ്ട്രത്തലവന്മാരായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ രാഷ്ട്രത്തലവന്മാർ അധികവും മുസ്ലിങ്ങൾ അല്ല. അമേരിക്കയുടെ പ്രസിഡന്റ് ആകണമെങ്കിൽ ഒരു മുത്തഖിയായ, തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന, ഒരൊറ്റ അന്യ സ്ത്രീയുടെയും മുഖത്ത് നോക്കാത്ത, ഒരു പെണ്ണിനെ സ്റ്റേജുമ കയറ്റാത്ത, അങ്ങനെ തുടങ്ങി വളരെ നല്ല സാലിഹായി ജീവിക്കുന്ന ആളാകണം അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് അള്ളാഹുവിന് തീരുമാനം ഇല്ല. അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ ക്ലിന്റൺ ആയാലും മതി. ലോകത്ത് ഈ ഭൗതികമായ ലോകത്തിന്റെ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും കൊടുക്കുന്ന വിധം അല്ലാഹു ഒരു വിലയും വെക്കാത്ത, ഒരൽപ്പം പോലും വില കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു ലോകമാണ് നമ്മുടെ ഈ ദുനിയാവ്, ഈ ഭൗതികമായ ലോകം എന്ന് നാം മനസ്സിലാക്കും. അഥവാ ഈ ഭൗതികമായ ലോകത്തിന് വല്ല വിലയും അല്ലാഹുവിന്റെ അടുക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുവിനെ നിഷേധിക്കുന്നവർക്ക് അല്ലാഹു ഒരു മുറുക്ക് വെള്ളം കൊടുക്കുകയില്ലായിരുന്നു. പക്ഷേ ഈ ലോകത്തിന് അല്ലാഹു ഒരൽപ്പവും പരിഗണന വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് തമേടിക്കും ഇത് കൊടുത്തേക്കും, ഏത് നിരീശ്വരവാദിക്കും ഈ ഭൗതികമായ ലോകത്തുള്ള സ്ഥാനമാനങ്ങൾ അല്ലാഹു കൊടുത്തേക്കും. കാരണം ഇതിന് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വിലയും ഇല്ല എന്ന് അവൻ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചറിയിക്കുകയാ. ഈ ലോകം ഞാൻ ആർക്കും കൊടുക്കും, ഇതിന് ഒരു വിലയും ഇല്ല. വിലയുള്ള സാധനങ്ങളല്ലേ ആർക്കെങ്കിലും പരിഗണിക്കപ്പെടുന്നവർക്ക് മാത്രം കൊടുക്കുക എന്നത് വിലയുള്ളതിന് ഉള്ളതാണല്ലോ. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, ഇപ്പോ നാം പള്ളിയിലെ മിമ്പർ ആരെയെങ്കിലും കയറ്റി അതിന്റെ മേലെ നിന്ന് ഖുത്ബ ഓദിക്കാൻ നാം തയ്യാറാവുകയില്ല. കാരണം അതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. പള്ളിയിലെ മെഹ്റാബിൽ ആരെയെങ്കിലും കയറ്റി നിർത്തി നാം നിസ്കരിക്കാൻ അനുവദിക്കില്ല. അതിന് പ്രത്യേകം വാല്യുണ്ട്, വിലയുണ്ട്. അവിടെ അതിനർഹതപ്പെട്ടവരെ മാത്രമേ നാം പ്രവേശിപ്പിക്കുകയുള്ളൂ. പള്ളിയിൽ തന്നെയും നാം പ്രവേശിപ്പിക്കണമെങ്കിൽ അതിന് അർഹതപ്പെട്ടവരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. അതേ സമയത്ത് റോട്ടിന്റെ മേൽ സ്റ്റേജ് കെട്ടുമ്പോ ഇന്നയാൾക്ക് കെട്ടാം എന്നില്ല, ആർക്കും കെട്ടി എന്തും പറയാം. ആ രൂപത്തിൽ റോട്ടിന്റെ മേൽ അതിനൊരു പ്രത്യേക പരിഗണനയില്ല. ഇനി ഒരു സ്ഥലത്ത് ഒരു വിഭാഗം ഒരു സ്റ്റേജ് കെട്ടിയാൽ ആ വിഭാഗം പരിഗണിക്കുന്ന ആളുകളെയാണ് അവരുടെ സ്റ്റേജിൽ പ്രവേശിപ്പിക്കുക. പരിഗണിക്കപ്പെടാത്ത ആളുകളെ അവരുടെ സ്റ്റേജിൽ പ്രവേശിപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ പാർട്ടിക്കാരൻ ഒരു സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുമ്പോ അവൻ പരിഗണിക്കാത്ത ഒരു പാർട്ടിക്കാരനെ അവിടെ കൊണ്ടുവന്ന് അവന്റെ ആശയം പറയാൻ വേണ്ടി അവൻ സമ്മതിക്കുകയില്ല. ഏതൊരു സാധനവും പരിഗണിക്കപ്പെടുന്ന വസ്തു കൊടുക്കണമെങ്കിൽ പരിഗണിക്കപ്പെടുന്ന വ്യക്തികൾ. ഭൗതികമായ ലോകത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു പരിഗണനയും ഇല്ല. ഇവിടുത്തെ ഭരണാധികാരത്തിനോ ഇവിടുത്തെ സമ്പത്തിനോ ഇവിടുത്തെ ആരോഗ്യത്തിനോ അല്ലാഹു പരിഗണന വെച്ചിട്ടില്ല. അതൊരു ചുരുങ്ങിയ കാലത്തുള്ള ചുരുങ്ങിയ ഒരു സൗഖ്യം മാത്രമാണ്. അത് ആർക്കും കൊടുക്കുന്ന വിധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏത് സത്യനിഷേധിക്കും ഇവിടെ അല്ലാഹു ആരോഗ്യം കൊടുത്തേക്കും. അല്ലാഹു ഇല്ല എന്ന് പറയുന്നവന് ഇല്ല എന്ന് പറയാനുള്ള നാവ് അല്ലാഹു കൊടുത്തേക്കും. അല്ലാഹുവിനെ ചീത്ത പറയുന്നവന് ചീത്ത പറയാനുള്ള ആരോഗ്യം അല്ലാഹു കൊടുത്തേക്കും. അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്നവന് അല്ലാഹു ബിരിയാണി കൊടുത്തേക്കും. കാരണം ഇതിനൊന്നും അല്ലാഹു ഒരു വിലയും വെച്ചിട്ടില്ല. ഒരു ചെറിയ കൊതുകിന്റെ ചിറകിന്റെ വില ഈ ഭൗതികമായ ലോകത്തിന് അല്ലാഹു കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്ത് അവിശ്വാസിയായ ഒരു മനുഷ്യനും ഒരൽപ്പം വെള്ളം പോലും അല്ലാഹു നൽകുകയില്ലായിരുന്നു എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നതായി കാണാം. അല്ലാഹു ഒരു വിലയും വെക്കാത്ത ഒരു ലോകം. ഈ ഭൗതികമായ ലോകത്തിന് യാതൊരു വിലയും അല്ലാഹു സുബ്ഹാനഹു വ തആല
വെച്ചിട്ടില്ല. മറിച്ച് അല്ലാഹു വില വെച്ചിട്ടുള്ള ഒരു ലോകം വേറെയുണ്ട്. അത് മരണശേഷമുള്ള ലോകമാണ്. മനുഷ്യന്റെ മരണശേഷം അവന് ജീവിക്കാനുള്ള ലോകമാണ്. അതിന് അല്ലാഹു വില വെച്ചിട്ടുണ്ട്. ആ വില കൽപ്പിച്ചതുകൊണ്ട് തന്നെ അല്ലാഹു നമ്മെ പഠിപ്പിച്ചു, അവൻ റഹീമാ, അല്ലാഹു റഹ്മാനാണ് എന്ന് പഠിപ്പിച്ച് നിർത്തിയില്ല. അല്ലാഹു റഹീമാ. റഹീം എന്ന ആ പേരിന് നാം മനസ്സിലാക്കിയിട്ടുള്ള അതിന്റെ വിവരണം തന്നെ അല്ലാഹു ഈ ദുനിയാവിൽ അനുസരിച്ച് ജീവിച്ചവർക്ക് പാരത്രിക ലോകത്ത് ഗുണം നൽകുന്നവരാണ്. അത് അല്ലാഹു തആല എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഭൗതികമായ ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാന, എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ലോകം. അത് മുത്തഖീകൾക്കും കൊടുക്കും, സാലിഹീങ്ങൾക്കും കൊടുക്കും, തമ്മാടികൾക്കും കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ലോകമൊട്ടാകെ അടക്കി ഭരിച്ച 2 ഭരണാധികാരികൾ അവിശ്വാസികൾ, 2 ഭരണാധികാരികൾ വേറെയുണ്ട്. ഒന്ന് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു പ്രമുഖനാണ്. യസ്അലൂനക അൻ ദിൽ ഖർനൈനി ഖുൽ സഅത്ലൂ അലൈക്കും മിൻഹു ദിക്റാ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ ഫഅത്ബഅ സബബാ. ഇന്ന് വെള്ളിയാഴ്ച ദിവസം നിങ്ങളൊക്കെ അൽ കഹ്ഫ് സൂറത്ത് ഓതിയപ്പോൾ ഓതിയവർ ഓതിയിട്ടുണ്ട്, ഓതാത്തവർ അടുത്ത വെള്ളിയാഴ്ചയെങ്കിലും ഓതണം. അൽ കഹ്ഫ് സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗം ഔലിയാക്കളുടെ ചരിത്രം പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വലിയാണ് വദുൽ ഖർനൈനി ലം യുറഫ് നബിയാ കദാ ലുഖ്മാനു ഫഹ്ദർ അൻ ജിദാലി. നബിയായി അറിയപ്പെട്ടിട്ടില്ലെങ്കിലും അല്ലാഹുവിന്റെ പ്രമുഖനായ മഹാനായി അറിയപ്പെട്ട ദുൽഖർനൈനിൽ ഇസ്കന്ദർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിൽ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ, എല്ലാ വിഷയങ്ങളും നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിലോകത്ത് വലിയ സ്ഥാനമാനം കൊടുക്കുകയും ലോകമൊട്ടാകെ അടക്കി ഭരിക്കുകയും ചെയ്ത വലിയ മഹാനായ ദുൽഖർനൈനിൽ ഇസ്കന്ദർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ വലിയാണ്. അതേ സമയത്ത് ലോകത്തിന്റെ ഭരണാധികാരിയാണ്, രാഷ്ട്രത്തലവനാണ്. അങ്ങനെ ഒരു ഭാഗത്ത് വലിയാണ്, അതോടുകൂടെ തന്നെ ഔലിയാക്കളിൽപ്പെട്ട പ്രമുഖനാണ്. അതേ സമയത്ത് ഭൗതികമായ ലോകത്ത് വലിയ സ്ഥാനമാനം അല്ലാഹു തആല കൊടുത്തു. ഇതുപോലെ നിങ്ങൾക്ക് അറിയാം, റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ ബഅദി, എനിക്ക് ഉള്ളതുപോലെ എനിക്ക് കിട്ടിയതുപോലെയുള്ള അധികാരം ആർക്കും നീ കൊടുത്തേക്കരുത്, അത്ര വലിയ അധികാരം എനിക്ക് നീ തരണം എന്ന് ദുആ ചെയ്ത അമ്പിയാക്കളിൽ പ്രമുഖനായ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകമൊട്ടാകെ അടക്കി ഭരിച്ചിട്ടുള്ള ആളാണ്. സാധാരണ ഭരണാധികാരികളെ പോലെ മാത്രം അല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓർഡർ ചെയ്താൽ കാറ്റ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ എടുത്ത് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എത്തിച്ചു കൊടുക്കും. കാറ്റ് സുലൈമാൻ നബി പറയുന്നത് പോലെ കാറ്റ് ചലിക്കും. അങ്ങനെ അല്ലാഹു തആല കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്ത ഭരണാധികാരി പോരാ, പക്ഷിയുടെ സംസാരം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ഭരണാധികാരി, മൃഗങ്ങളുടെ സംസാരങ്ങൾ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ഭരണാധികാരി,
എന്തിനധികം പറയണം, എത്രയോ ജിന്നുകളെയും ശൈത്താന്മാരെയും അധീനപ്പെടുത്തി കൊടുത്തു. അങ്ങനെ വമിനൽ ജിന്നി, ജിന്നുകളിൽ എത്രയോ ജിന്നുകൾ മയ്യഗൂസൂന ലഹു, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വേണ്ടി എന്ത് പണി വേണമെങ്കിലും എടുത്തു കൊടുക്കുന്നവർ അവരിൽ മുങ്ങൽ വിദഗ്ധന്മാരുണ്ട്. യഅ്മലൂന ലഹു മാ യശാഉ മിൻ ഹരീബ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു, വലിയ വലിയ ബിൽഡിങ്ങുകൾ എടുത്തു കൊടുക്കുന്ന ജിന്നുകൾ, വലിയ വലിയ പാത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ജിന്നുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് നിരവധി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പലതും ചെയ്തു കൊടുക്കുന്ന ജിന്നുകളെ അധീനപ്പെടുത്തി കൊടുത്ത ഭരണാധികാരി മനുഷ്യന്മാര് മാത്രമല്ല, ജിന്നുകളും പറവകളും മൃഗങ്ങളും ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും കാറ്റടക്കം ഒരുപോലെ ഭരണത്തിൻ കീഴിൽ അധീനപ്പെട്ട ഭരണാധികാരി നബിയുല്ലാഹി സുലൈമാൻ. ഈ സുലൈമാൻ നബി അലൈഹിസ്സലാം 25 മുർസലീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അതേ സമയത്ത് ലോകത്തിന്റെ ഭരണാധികാരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിലോകത്തുള്ള ഭരണാധികാരം, ഈ ഭൂമിലോകത്തുള്ള ആരോഗ്യം, ഈ ഭൂമിലോകത്തുള്ള സമ്പത്ത്, ഈ ഭൂമിലോകത്തുള്ള ഭൗതികമായ അനുഗ്രഹങ്ങൾ, അത് കൊടുക്കുന്ന സ്ഥലത്ത് വിവേചനം ഇല്ല. തെമ്മാടികൾക്കും കൊടുത്തേക്കും, സാലിഹീങ്ങൾക്കും കൊടുത്തേക്കും, അവിശ്വാസികൾക്കും കൊടുത്തേക്കും, സത്യവിശ്വാസികൾക്കും കൊടുത്തേക്കും. ഇന്നവർക്ക് മാത്രമേ ഇത് കൊടുക്കുകയുള്ളൂ എന്നൊരു തീരുമാനം ഇല്ല. ആ നിലയ്ക്ക് വിവേചനം ഇല്ലാതെ ഓരോ വ്യക്തികൾക്കും അവന്റെ തീരുമാനപ്രകാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന യജമാനനായ റബ്ബ്, അവൻ വലിയ കാരുണ്യമുള്ളവൻ തന്നെ. അവന്റെ കാരുണ്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു സൽക്കാരപ്രിയനാണ്. ആ സൽക്കാരമാണ് ദുൽഹജ്ജ് 10, 11, 12, 13 ദിവസങ്ങളിൽ നടക്കുന്ന ഉദ്ഹിയ്യത്ത് സൽക്കാരം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുസ്മരിച്ചുകൊണ്ട് ലോക മുസ്ലിങ്ങൾക്ക് നൽകുന്ന വലിയ സൽക്കാരം, മാംസ സൽക്കാരം, ഉദ്ഹിയ്യത്ത്. അത് സൽക്കാരപ്രിയനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള ആദരവായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളതാണ്. എന്റെ സഹോദരന്മാരോട് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു, വസ്തഖിം കമാ ഉമിർത, ഏത് കാര്യങ്ങളും കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ ചെയ്തോളണം. നമ്മുടെ വകയിൽ ഒന്നും ഫസാദാക്കി കളയരുത്. ഉദ്ഹിയ്യത്ത് അറക്കുന്ന സമയത്ത് അതിന് ഒരുപാട് നിബന്ധനകൾ ഉണ്ട്, അതിന് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ പണ്ഡിതന്മാരെ സമീപിച്ച് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചായിരിക്കണം ഉദ്ഹിയ്യത്ത് അറക്കുന്നത്. ഇപ്പൊ ചില നാട്ടിലൊക്കെ ഒരു പതിവുണ്ട്. എന്തേ, നമ്മൾ ഉദ്ഹിയ്യത്ത് അറക്കുന്നുണ്ട്, നീയും അതിലൊരു ഷെയർ ചേർന്നോ? അതിനെന്താ വേണ്ടത്? അതിന് പള്ളിയിലേക്ക് ഞങ്ങൾ പറയാ, എത്ര സംഖ്യയാണെന്ന് പിന്നെ പറയാം, നിങ്ങൾ കൊടുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ദുൽഹജ്ജ് മാസത്തിലാകുമ്പോൾ കുറച്ച് ആളുകൾ സംഖ്യ പിരിക്കാൻ നടക്കും. അങ്ങനെ പിരിച്ച് ഒരുത്തനൊരു 500 റുപ്യ അല്ലെ 600 റുപ്യ അങ്ങോട്ട് കൊടുത്താൽ ഉദ്ഹിയ്യത്തായി എന്ന് മനസ്സിലാക്കുന്ന ചില ആളുകൾ ഉണ്ട്. ഉദ്ഹിയ്യത്തിന് അതിന്റെ മസാലകളിൽ ഒരുപാട് പഠിക്കാനുണ്ട്, പഠിച്ച് പ്രവർത്തിക്കണം എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. ഉദ്ഹിയ്യത്ത് അറക്കുമ്പോ 2 വയസ്സുള്ള ഒരാട്ടിനെ ഒരാൾക്ക് ഉദ്ഹിയ്യത്ത് അറക്കാം. അതുപോലെ നമ്മുടെ പശു അല്ലെങ്കിൽ അതിന്റെ പുരുഷ വിഭാഗമായ മൂരി, അതുപോലെ പോത്ത്, എരുമ, അത് അതിന്റെ വകുപ്പിൽപ്പെട്ടത് തന്നെയാണ്. അതുപോലെ ഒട്ടകം, ഇത്തരം സാധനങ്ങളാണെങ്കിൽ അതിന് ഒരാൾക്ക് ഉദ്ഹിയ്യത്ത് അറക്കാം. അതിന് തന്നെ 7 ആളുകൾക്ക് ചേർന്നുകൊണ്ട് ഒന്നിനെ അറുക്കാം, 7ൽ 1 കണക്കാക്കി അറുക്കാം. അങ്ങനെ അറുക്കുമ്പോൾ അതിന് നിയ്യത്ത് വേണം.
നേർച്ചയാണെങ്കിൽ അതിൽ നിന്ന് വ്യക്തി തീരെ എടുക്കാൻ പാടില്ല. അതിന് അറുത്തു കഴിഞ്ഞാൽ അതിന്റെ തോല്, കൊമ്പ് തുടങ്ങിയത് ഒന്നുകിൽ സ്വന്തം ഉപയോഗിക്കാൻ എടുക്കണം, അറുത്തവൻ ഉപയോഗിക്കാൻ എടുക്കണം, അല്ലെങ്കിൽ സാധുക്കൾക്ക് അത് കൊടുത്തേക്കണം. അത് പള്ളിക്ക് കൊടുക്കാൻ പാടില്ല, മദ്രസക്ക് കൊടുക്കാൻ പാടില്ല, അറുത്തവന് കൂലിയായിട്ട് കൊടുക്കാൻ പാടില്ല. അറുത്തവന് വേറെ കൂലി കൊടുത്തേക്കണം, ജോലി ചെയ്തവന് വേറെ കൂലി കൊടുത്തേക്കണം. ഇത് സാധുക്കൾക്ക് കൊടുത്തേക്കണം. സാധുക്കൾക്ക് സ്വന്തം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വിറ്റ് ക്യാഷാക്കിയിട്ട് അവർക്ക് ഉപയോഗിക്കുകയോ ചെയ്യാം. നമ്മൾ വിറ്റിട്ട് ക്യാഷ് സാധുക്കൾക്ക് കൊടുത്താൽ പോരാ, മറിച്ച് നമ്മൾ വസ്തു തന്നെ കൊടുക്കണം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് മസലകൾ ആ വിഷയത്തിൽ നമ്മുടെ സഹോദരന്മാർ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഞാൻ സൂചനക്ക് പറഞ്ഞതാണ്. മസലൊക്കെ പറയാൻ ഇവിടെ ധാരാളം പണ്ഡിതന്മാർ ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ആരെങ്കിലും ഒരാള് ഉദഹിയത്തിറക്കണം കേശു ഉണ്ടാകുന്ന പറയുമ്പോഴേക്ക് കേശു വലിച്ചിട്ട് കൊടുത്താൽ അതുകൊണ്ട് ഉദഹിയത്താവുകയില്ല എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. ഇപ്പോൾ ഏത് സൽക്കർമ്മം ആര് ചെയ്യാൻ ഉദ്ദേശിച്ചാലും അത് ഫസാദാക്കാൻ വേണ്ടി മാത്രം ഒരു കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശർറിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷിക്കുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ അല്ലാഹുവിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാംസ വിതരണത്തിലൂടെ ഉള്ള ഒരു സൽക്കാരവും മുസ്ലിം ഉമ്മത്തിന്, മുസ്ലിം സമുദായത്തിന് നൽകിയിട്ടുണ്ട്. ഇവിടെ മാംസം ഉദ്ഹിയ്യത്ത് അറുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള പണിയാണ്. കാരണം ഒന്ന്, ഈ കുട്ടനെയും പോത്തിനും ഒക്കെ പോറ്റണമെങ്കിൽ തന്നെ ഈ മൂരിനെ പോറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പണിയുള്ള വിഷയമാണ്. അപ്പോ ഒന്ന്, അതിനെ പോറ്റൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അത് 2 ദിവസത്തേക്ക് വിലക്ക് വാങ്ങിക്കൊണ്ടുവന്നാലും അതിനെ കെട്ടലും അതിന് വെള്ളം കൊടുക്കലും പുല്ല് കൊടുക്കലും ഒക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന്റെ പുറമെ ഇതിനെ അറുക്കുക എന്ന് പറഞ്ഞാൽ അതിനും കുറെ ആള് വേണം, പിടിച്ചു മാറ്റി തള്ളിയിടണം, കെട്ടിയിടണം, കുറെ ബുദ്ധിമുട്ടുണ്ട്. അറുത്തതിന് ശേഷം ഈ മാംസം നുറുക്കുക എന്നതിന് അതിനും കുറെ ബുദ്ധിമുട്ട്, ചോരയൊക്കെ തെറിക്കും, വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ ബുദ്ധിമുട്ടിനൊന്നും കഴിയില്ല, ഒരു പ്രയാസത്തിനും കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഉദ്ഹിയ്യത്തിന്റെ മാംസം വിതരണം ചെയ്യുന്നതിന് പകരം ഇനി അങ്ങോട്ട് ഉദ്ഹിയ്യത്തിനൊക്കെ കേശ് വിതരണമാക്കാം. അങ്ങനെ ദുൽഹജ്ജ് മാസം 10-ാം ദിവസം എന്റെ ഉദ്ഹിയ്യത്ത് ഞാൻ വിതരണം ചെയ്യണം. എങ്ങനെ വിതരണം ചെയ്ത് 50 റുപ്യ ഉദ്ഹിയ്യത്ത് വകയിൽ 50 റുപ്യ, 25 റുപ്യ, 100 റുപ്യ, 200 റുപ്യ, 250 റുപ്യ ഇങ്ങനെ കൊടുത്ത ഉദ്ഹിയ്യത്താവോ? അത് ഉദ്ഹിയ്യത്താകില്ല. അവിടെ പ്രയാസമുണ്ട്. ഉദ്ഹിയ്യത്തിന് ഈ ആളുകൾ കേശ് കൊണ്ടുപോയി അങ്ങാടിയിൽ നിന്ന് മാംസം വാങ്ങിക്കൊള്ളട്ടെ. അങ്ങാടിയിൽ ധാരാളം മാംസം കിട്ടും. അതിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ആളുകളുടെ കത്തിയും അതുപോലെ തന്നെ വിരല് പോലത്തെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഈ ഇറച്ചി നുറുക്കാൻ തന്നെ ആള് കാത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടിനൊന്നും കഴിയില്ല. കേശ് കൊടുത്താൽ ഉദ്ഹിയ്യത്താവൂല. ഇതുപോലെ തന്നെയാണ് ഫിത്ർ സക്കാത്തും. നമുക്ക് അരി അളക്കാനും പിടിക്കാനൊന്നും കഴിയില്ല, നമ്മൾ കേശ് കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ അതും ശരിയാവൂല എന്ന് ഞാൻ പറഞ്ഞത്. ഇനി എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകാം. അപ്പൊ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സൽക്കാരപ്രിയനാണ്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മജൂസിയായ മനുഷ്യൻ വരുന്നു, തീരെ ആരാധിക്കുന്ന ആളാണ്. സമീപത്ത് വന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഭക്ഷണം ചോദിക്കും. ഇബ്രാഹിം നബി അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾ ആരാണ്? ഞാൻ മജൂസിയാണ്, തീരെ ആരാധിക്കുന്ന ആളാണ്. എന്നാ നിങ്ങൾ പോയിക്കോളൂ, ഭക്ഷണമില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, നീ ആരാണ്? ഈ മജൂസിയായ തീന ആരാധിക്കുന്ന മനുഷ്യന്റെ മറുപടി, ഞാൻ തീന ആരാധിക്കുന്ന ആളാണ്. ഇബ്രാഹിം നബി പറഞ്ഞു, നിനക്ക് ഭക്ഷണം തരാൻ തയ്യാറല്ല, പൊയ്ക്കോ, നിനക്ക് ഭക്ഷണം ഇല്ല. ഭക്ഷണം കൊടുക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ തിരിച്ചയച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി വിളിച്ചു ചോദിക്കുന്നു, ഇബ്രാഹിമേ, നിങ്ങളെന്തിനാണ് അദ്ദേഹത്തെ തിരിച്ചയച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറുപടി, അല്ലാഹുവേ, അവൻ നിന്നെ ആരാധിക്കുന്നില്ല, അവൻ നിനക്ക് സുജൂദ് ചെയ്യുന്നില്ല, നിന്റെ വെള്ളവും കുടിച്ച് നിന്റെ ഭക്ഷണവും കഴിച്ച് ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന ഈ മനുഷ്യൻ നിനക്ക് സുജൂദ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ ചോദ്യം, ഇബ്രാഹിമെ, അദ്ദേഹത്തിന് വയസ്സെത്രയുണ്ട്? അദ്ദേഹത്തിന് വയസ്സ് കുറേയുണ്ട്, 60ഓ 70ഓ എത്രയോ വയസ്സുണ്ട്. അള്ളാഹു ചോദിക്കുന്നു, ഇബ്രാഹിമേ, ഈ കാലം അത്രയും ഈ ഭൂമിലോകത്ത് ആ മജൂസിയായ മനുഷ്യൻ ജീവിച്ചില്ലേ? ആ ജീവിക്കുന്ന കാലമത്രയും ഇതുവരെയും
ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തില്ലേ ഇബ്രാഹിമേ? ഞാൻ അദ്ദേഹത്തിന് വെള്ളം കൊടുത്തില്ലേ ഇബ്രാഹിമേ? അദ്ദേഹത്തിന് എത്രയോ വയസ്സുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ആ വയസ്സ് മുഴുവനും ഞാൻ അദ്ദേഹത്തിന് വെള്ളം കൊടുത്തില്ലേ? ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തില്ലേ? നിങ്ങളോട് ഒരു നേരത്തെ ഭക്ഷണം ചോദിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കാത്തതുകൊണ്ട് ഭക്ഷണം തരില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇബ്രാഹിമേ. ഈ കാലം അത്രയും എന്നെ അദ്ദേഹം ആരാധിക്കുന്നില്ല എന്ന് എനിക്കറിയില്ലേ? അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തില്ലേ? ഞാൻ അദ്ദേഹത്തിന് വെള്ളം കൊടുത്തില്ലേ ഇബ്രാഹിമേ? നിങ്ങൾ എന്തിനാണ് ഒരു നേരത്തെ ഭക്ഷണം ചോദിക്കുമ്പോഴേക്ക് പാർട്ടി ഏതാണ്, ഗ്രൂപ്പ് ഏതാണ് എന്നൊക്കെ നോക്കുന്നത്? നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ പോരെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മജൂസിയായ മനുഷ്യനെ സമീപത്തേക്ക് തിരിച്ചു വിളിക്കുന്നു. നിനക്ക് ഭക്ഷണം തരാമെന്ന് പറയുന്നു. ഈ തീയിനെ ആരാധിക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നു, ഇബ്രാഹിമേ, നിങ്ങൾ നിങ്ങളുടെ തീരുമാനം പുനർചിന്തനം നടത്തിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എനിക്ക് ഭക്ഷണം തരാതെ തിരിച്ചയച്ച ആളല്ലേ? ഇബ്രാഹിം നബിയുടെ മറുപടി, ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തില്ലേ? ഞാൻ അദ്ദേഹത്തിന് വെള്ളം കൊടുത്തില്ലേ? ഒരു നേരത്തെ ഭക്ഷണം ചോദിക്കുമ്പോൾ നിങ്ങളെന്തിനാണ് ഇബ്രാഹിമേ അവൻ എന്നെ ആരാധിക്കാത്തതുകൊണ്ട് ഭക്ഷണം തരില്ല എന്ന് പറയുന്നത്? എന്ന് അള്ളാഹു എന്നെ വിളിച്ച് ഉപദേശിച്ചതിനാൽ ഞാൻ നിനക്ക് ഭക്ഷണം തരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതങ്ങ് പറഞ്ഞു തീരുമ്പോഴാണ് സഹോദരന്മാരെ, ലോകത്തിന്റെ അധിപനായ യജമാനനായ അല്ലാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ഈ തീയിനെ ആരാധിക്കുന്ന മജൂസി ചിന്തിക്കുന്നു, ഞാൻ ഇതുവരെയും ആരാധിച്ചു വന്നത് എന്തിനെയാണ്? ഞാൻ ഇതുവരെയും ആരാധിച്ചു വന്നത് തീയിനെയാണ്. തീയിന്റെ സ്വഭാവം എന്താണ്? ഒരു 100 കൊല്ലം ഒരാൾ തീയിനെ ബഹുമാനിച്ചാൽ, 100 കൊല്ലം ഒരാൾ തീക്ക് പോയി സുജൂദ് ചെയ്താൽ, 100 കൊല്ലം തീയിനെ ആദരിച്ചാൽ, തീയിനെ ആരാധിച്ചാൽ, 101ാമത്തെ കൊല്ലം 1ാമത്തെ ദിവസം അറിയാതെ ഈ തീയിനെ ആരാധിച്ച മനുഷ്യൻ അറിയാതെ തീയിലേക്ക് അവന്റെ കൈ വെട്ടുപോയാൽ കൈ ചുട്ടുകളയും, തല വെട്ടുപോയാൽ തല കരിച്ചു കളയും, ശരീരം വെട്ടുപോയാൽ ശരീരം ചുട്ടുകളയും. തീയിന്റെ സ്വഭാവം അതാണ്. അത്ര ക്രൂരതയുള്ള സാധനമാണ് തീ. ഈ ക്രൂരതയുള്ള തീ 100 കൊല്ലം ആരാധിച്ചാലും 1000 കൊല്ലം ആരാധിച്ചാലും ആരാധിച്ച മനുഷ്യനെ കിട്ടുമ്പോൾ ചുട്ടുകളയുന്ന തീയിനെയാണ് ഞാൻ ഇതുവരെയും ആരാധിച്ചത്. ഈ ഇബ്രാഹിം ആരാധിക്കുന്നതോ? ഇബ്രാഹിം ആരാധിക്കുന്നത് ലോകത്തിന് മുഴുവനും വെള്ളം കൊടുക്കുന്ന ഒരാൾ, ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കുന്നവൻ, എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നവൻ. എന്നിട്ട് അവന്റെ വെള്ളവും അവന്റെ ഭക്ഷണവും കഴിച്ച് ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഞാൻ അവന് നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്യാതെ, അവനെ ആരാധിക്കാതെ ക്രൂരത കാണിക്കുന്ന തീയിന് ഇത്രയും കാലം ആരാധിച്ചതിന്റെ പേരിൽ ഇബ്രാഹിം ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് തരാതിരുന്നപ്പോൾ ഇബ്രാഹിമിനെ വിളിച്ചിട്ട് ആ യജമാനൻ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യജമാനന്റെ കാരുണ്യമെത്ര, അവന്റെ അനുഗ്രഹമെത്ര! ഇത്രയും കാലം ഞാൻ അവനെ ആരാധിച്ചിട്ടില്ല, എന്നിട്ടും ഒരു നേരത്തെ ഭക്ഷണം ഇബ്രാഹിം എനിക്ക് നിഷേധിച്ചപ്പോൾ ഇബ്രാഹിമിനെ വിളിച്ച് ചോദ്യം ചെയ്തുവെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അധിപനായ ഭരണാധികാരിയായ യജമാനനായ റബ്ബ് വല്ലാത്ത കാരുണ്യമുള്ളവൻ തന്നെയല്ലോ. ഇബ്രാഹിമേ, ക്രൂരത കാണിക്കുന്ന തീയിന് ഇനി എന്റെ ആരാധനയില്ല. ഞാനിതാ പ്രഖ്യാപിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ല. ഇനി എന്റെ ആരാധനയും അല്ലാഹുവിന് മാത്രം. ലോകത്ത് എല്ലാവർക്കും കാരുണ്യം പഠിപ്പിച്ചവൻ, എല്ലാ കാരുണ്യത്തെയും ലോകത്ത് അവതരിപ്പിച്ചവൻ, കാരുണ്യം മുഴുവനും ലോകത്ത് നൽകിയവൻ അർഹമുർ റാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഭൂമി ലോകത്തെല്ലാവർക്കും ഗുണം നൽകുന്നു, എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നു. ആ യജമാനനായ റബ്ബിന്റെ അടിമകളാണ് സഹോദരന്മാരെ ഞാനും നിങ്ങളും. യജമാനനായ റബ്ബിന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഭക്ഷണം കഴിച്ച്, അവന്റെ ഭൂമിയിൽ അവന്റെ ഓക്സിജൻ ശ്വസിച്ച്, അവന്റെ സൂര്യന്റെ വെളിച്ചം ആസ്വദിച്ച്, അവന്റെ ഭൂമിയിൽ അധിവസിക്കുന്ന നാം അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചിന്തയുള്ളവരാകണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്റെ സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യം തന്നില്ലേ? അല്ലാഹു നമുക്ക് ഭക്ഷണം തന്നില്ലേ? അല്ലാഹു നമുക്ക് വെള്ളം തന്നില്ലേ? അല്ലാഹു ഭൂമി ലോകത്ത് താമസ സൗകര്യം ചെയ്തില്ലേ? അല്ലാഹു അവന്റെ സൂര്യന്റെ വെളിച്ചം തന്നില്ലേ? അല്ലാഹു നമുക്ക് മനസ്സമാധാനം തന്നില്ലേ? അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നില്ലേ? ഈ യജമാനനായ റബ്ബിനോട് നമുക്ക് കടപ്പാടില്ലേ? ഈ യജമാനനായ റബ്ബിനെ കുറിച്ച് നാം അറിയേണ്ടതില്ലേ? ആ യജമാനനായ റബ്ബിനെ നാം അനുസരിക്കേണ്ടതില്ലേ? ആ യജമാനനായ റബ്ബും നമ്മളും തമ്മിൽ മാനസികമായി ബന്ധം വേണ്ടേ? ആ ബന്ധം ഈ ഭൂമി ലോകത്തുണ്ടാക്കാൻ വേണ്ടിയാണ് ലോകത്ത് അബൂന അബുൽ ബസർ ആദം അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാം മുതൽക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരെ ലോകത്ത് അല്ലാഹു അയച്ചിട്ടുള്ളത്. ആ പ്രവാചകന്മാർ ഈ ഭൂമി ലോകത്ത് വന്ന് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അവരാരും തന്നെ ബുദ്ധിയുള്ള മനുഷ്യരുടെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുന്നവരായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ 40ഓളം കൊല്ലം ഏറ്റവും സുന്ദരമായ, ഉന്നതമായ, ഉദാത്തമായ, പവിത്രമായ ജീവിതം നയിച്ച ആ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ ദോഷം പോലും, ഒരു ചെറിയ അപാകത പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം 40 കൊല്ലത്തോളം സംശുദ്ധമായ ജീവിതം അവർ നയിക്കുകയായിരുന്നു. ഒരു തെറ്റും വരാത്ത ജീവിതം. ആ 40 കൊല്ലത്തെ മാതൃകാപരമായ ജീവിതം കണ്ടു പഠിച്ച ഒരു വിഭാഗത്തിന്റെ മുന്നിലാണ് പ്രവാചകന്മാർ ഉന്നതമായ ദൗത്യം നിർവഹിച്ചത്. അവർ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു, സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു, നന്മ മാത്രം പ്രചരിപ്പിച്ചു, തിന്മ മാത്രം വിരോധിച്ചു. അങ്ങനെ അവരുടെ പ്രവർത്തനം നടത്തി. സഹോദരന്മാര്, എന്റെ പ്രസംഗം കേൾക്കുന്നവരിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സുന്നികളുണ്ടാകും. എന്റെ പ്രസംഗം കേൾക്കുന്നവരിൽ ഒരു പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകന്മാരുണ്ടാകും, മുജാഹിദിന്റെ പ്രവർത്തകന്മാരുണ്ടാകും, വേറെ കക്ഷികൾ ഉണ്ടാകും. ഞാൻ എല്ലാവരോടും പറയുന്നു, തർക്കമില്ലാത്ത വിഷയമാണ്. തർക്കമില്ലാത്ത വിഷയമാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കക്ഷിത്വം നോക്കാതെ വിഷയത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി സ്വീകരിക്കാൻ സന്നദ്ധരാവുക. ആർക്കും തർക്കമില്ല, അമ്പിയാക്കൾക്കിടയിൽ അവർ ഒരു ചെറിയ ന്യൂനത പോലും അവരുടെ ജീവിതം ഒട്ടാകെ പരിശോധിച്ചാൽ കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്ന് മൗദൂദി സാഹിബ് തന്നെ അദ്ദേഹത്തിന്റെ ഇസ്ലാം മതം എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചതായി കാണാം. അതേസമയത്ത് അതേ മൗദൂദി സാഹിബിന്റെ പേരിൽ തന്നെ IPH പ്രസിദ്ധീകരിക്കുന്ന മറ്റൊരു പുസ്തകമാണ് ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ മൗദൂദി സാഹിബ് ആദം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്തിരുന്നു എന്നും മൂസാ നബി അലൈഹിസ്സലാം മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു, അദ്ദേഹം ഒരു മനുഷ്യനെ വധിക്കുകയുണ്ടായി എന്നും മൗദൂദി തന്നെ രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. ഇസ്ലാം മതം എന്ന പുസ്തകത്തിൽ മൗദൂദി സാഹിബ് പറഞ്ഞത് ഒരു ചെറിയ ന്യൂനത പോലും പ്രവാചകന്മാരുടെ ജീവിതം മുഴുക്കെ പരിശോധിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല എന്നാണ്. അതേ മൗദൂദി തന്നെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞത് ആദം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്തിരുന്നു, മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു, അദ്ദേഹം ഒരു മനുഷ്യനെ വധിക്കുകയുണ്ടായി എന്നാണ്
ഇത് രണ്ടും കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി പ്രസിദ്ധീകരിക്കുന്ന IPH പ്രസിദ്ധീകരിക്കുന്ന 2 പുസ്തകങ്ങളിൽ ഉള്ളതാണ്. ഇതിൽ ഏതാണ് ശരി? ഇതിൽ ഇസ്ലാം മതം എന്ന പുസ്തകത്തിൽ പറഞ്ഞതാണ് ശരി. അപ്പൊ പിന്നെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ മൗദൂദി സാഹിബ് പറഞ്ഞതോ അത് തെറ്റാണ്. ആദം നബി അല്ല തെറ്റ് ചെയ്തത്, അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയാണ് തെറ്റ്. മൂസാ നബി അലൈഹിസ്സലാം അല്ല കുറ്റം ചെയ്തത്, മൂസാ നബി കുറ്റം ചെയ്തു, മഹാകുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് മൗദൂദി സാഹിബും അദ്ദേഹത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ച ജമാഅത്ത് ഇസ്ലാമിയുമാണ് കുറ്റം ചെയ്തത്. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, സന്മാർഗത്തിലേക്ക് വരാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മൗദൂദി തന്നെ സത്യം വേറൊരു പുസ്തകത്തിൽ പറഞ്ഞുപോയി. ഇസ്ലാം മതം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു ചെറിയ ന്യൂനത പോലും അമ്പിയാക്കളുടെ ജീവിതം പരിശോധിച്ചാൽ കാണാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. അതാണ് സത്യം. അപ്പൊ പിന്നെ ചിലർക്ക് സംശയം ഉണ്ടാവും, ഇതെങ്ങനെ രണ്ടിയാതി പറഞ്ഞത്? അത് എന്നോടല്ലല്ലോ, അവരോടല്ലേ ചോദിക്കേണ്ടത്? ഞാനല്ലല്ലോ 2 നിലക്ക് പറഞ്ഞത്, അവരല്ലേ 2 നിലക്ക് പറഞ്ഞത്, ഞാനല്ലല്ലോ. അതുകൊണ്ട് അത് എന്നോടല്ലല്ലോ ചോദിക്കേണ്ടത്. അല്ലാഹു അവർക്കൊക്കെ സന്മാർഗം കൊടുത്ത് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ സഹോദരന്മാരെ, അമ്പിയാക്കളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത പോലും കാണാത്ത വിധം സംശുദ്ധമായ ജീവിതം അവർ 40 കൊല്ലത്തോളം നയിച്ചു. എന്നിട്ടാണ് അവർ ഇസ്ലാം മതത്തിലേക്ക്, സത്യപാതയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിരുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച സാഹചര്യം നിങ്ങൾക്കറിയാം. ഒരു ഭാഗത്ത് വിഗ്രഹാരാധന, മറ്റൊരു ഭാഗത്ത് കള്ളുകുടി, വ്യഭിചാരം, കൊള്ളിവെപ്പ്, സ്ത്രീകളെ കുഴിച്ചുമൂടൽ, അങ്ങനെ തുടങ്ങി വഞ്ചന, കളവ്, എല്ലാ തിന്മകളുമുള്ള ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ വളർത്തിയെടുക്കാൻ പിതാവില്ലാതെ, പിതാവ് നേരത്തെ മരണപ്പെട്ടു, വളർത്തിയെടുക്കാൻ ഉമ്മയില്ലാതെ, ഉമ്മ കുട്ടിക്കാലത്ത് മരിച്ചുപോയി. ആ സാഹചര്യത്തിൽ വളർന്ന ഒരു ചെറുപ്പക്കാരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞു പോയില്ല, അവിടുത്തെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ വഞ്ചിച്ചു പോയില്ല, അവിടുത്തെ ജീവിതത്തിൽ ഒരു വഞ്ചന ചിന്തിച്ചു പോയില്ല, ഒരു കളവിന്റെ സൂചന പോലുമുള്ള വാക്ക് പറഞ്ഞു പോയില്ല. അവിടുത്തെ ജീവിതത്തിൽ ഒരൊറ്റ വിഗ്രഹത്തിന്റെ ഭാഗത്തേക്ക് ചിന്തിച്ചില്ല. അവിടുത്തെ ജീവിതത്തിൽ മദ്യത്തിന്റെ ഭാഗത്തേക്ക് പോയതേ ഇല്ല. ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത പോലുമില്ലാതെ ഈ വളരെ കുലുഷിതമായ അന്തരീക്ഷത്തിൽ 40 കൊല്ലത്തോളം ജീവിച്ചു വളർന്ന ചെറുപ്പക്കാരൻ നാം കാണുന്നു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുന്നു. എവിടെ നിന്ന്? ഇഖ്റഇ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഇ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലമി അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ ആദ്യമായി ഇറങ്ങിയ ആയത്തുകൾ ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓതിക്കൊടുത്തത് എവിടെ വെച്ചായിരുന്നു മുസ്ലിമീങ്ങളെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ വെച്ചല്ല, മുഹമ്മദ് നബിയുടെ നാട്ടിലുള്ള ടൗണിൽ വെച്ചല്ല, പിന്നെയോ ഓതിക്കൊടുത്തത് അങ്ങകലെ ഒരു പർവ്വതത്തിന്റെ മേലെയുള്ള ഗുഹയിൽ വെച്ചാണ്. നിങ്ങളിവിടെ ചിന്തിക്കുക, മക്കയിൽ ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്നില്ലേ? അവരൊക്കെ ഗുഹയിൽ പോയിരിക്കലാണോ പതിവ്? എങ്ങനെ ഈ മുഹമ്മദ് നബി ആ ഗുഹയിലെത്തി? 40 വയസ്സ് പൂർത്തിയായ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ഗുഹയിലെത്തി? അത് ചിന്തിക്കാൻ മനസ്സുള്ളവർക്കറിയാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ഇഖ്റഇ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്ത് എന്ന സൂറത്ത് ഓതിക്കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ മുഹമ്മദ് നബിയുടെ ജീവിതം സാധാരണ ജീവിതം അല്ല, അവിടുന്നൊരു സാധാരണ മനുഷ്യനും അല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി
പർവ്വതത്തിന്റെ മേലെയുള്ള ഗുഹയിൽ പോയി ലോകത്തിന്റെ അധിപനായ അള്ളാഹുവിന് ആരാധന നടത്തുകയാണ്. ആരാധനയ്ക്ക് വേണ്ടി ഗുഹയിൽ പോയിരുന്നപ്പോഴാണ് മുഖറബായ മലക്ക് അതാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാര് ആലോചിക്കുക. പ്രബോധനം മാസികയിൽ പഠിപ്പിക്കുന്നു, മുഹമ്മദ് നബി അബ്ദുള്ള എന്ന പുരുഷന്റെയും ആമിന എന്ന സ്ത്രീയുടെയും മകനായിട്ടാണ് ജനിച്ചത്. സത്യമാണത്. എന്റെ സുന്നികളോട് ഞാൻ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിക്കാരോടുള്ള വൈരാഗ്യം കൊണ്ട് ഈ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ പറയരുത്. അബ്ദുള്ള എന്ന പുരുഷന്റെയും ആമിന എന്ന സ്ത്രീയുടെയും മകനായി തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. പ്രബോധനം പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിന്റെ ശേഷം പ്രബോധനം പറയുന്നു, സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് അദ്ദേഹവും ജനിച്ചത്. അത് സഹോദരന്മാരെ നിങ്ങൾ വിശ്വസിക്കരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ ലോകത്തുണ്ടായ അത്ഭുത സംഭവങ്ങൾ ഒരു മുസ്ലിമിന് നിഷേധിക്കാൻ സാധ്യമല്ലെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യനും ലോക പണ്ഡിതന്മാരെ നേതാവുമായ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ ഇർശാദിൽ പഠിപ്പിക്കുന്നു, മുസ്ലിമാണോ മുഹമ്മദ് നബി ജനിച്ച ദിവസത്തിലുള്ള അത്ഭുതങ്ങൾ അത് നിഷേധിക്കാൻ സാധ്യമല്ല. അതിന്റെ ശേഷം പ്രബോധനം പറയുന്നു, മുഹമ്മദ് നബി വളർന്നു വലുതായതും അങ്ങനെ തന്നെ സാധാരണ മനുഷ്യരെ പോലെ തന്നെ. അതും തെറ്റാണ്. സാധാരണ മനുഷ്യന്മാര് മക്കയിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവരാരും ഗുഹയിൽ പോയി ഇരിക്കാറില്ല, അവരാരും ഗുഹയിൽ പോയി ആരാധിക്കാറില്ല. അവർ കള്ളു കുടിക്കുകയായിരുന്നു, അവർ വ്യഭിചരിക്കുകയായിരുന്നു, അവർ കൊള്ളിവെപ്പ് നടത്തുകയായിരുന്നു, അവർ വിഗ്രഹാരാധന നടത്തുകയായിരുന്നു. എന്തേ ഈ മുഹമ്മദ് നബി എന്ന ചെറുപ്പക്കാരൻ മാത്രം അത് ചെയ്യാതെയായി പോയത്? എങ്ങനെ ഈ മുഹമ്മദ് നബി ആകുന്ന ചെറുപ്പക്കാരൻ ഗുഹയിലെത്തിയത്? സാധാരണ മനുഷ്യൻ വളർന്നു വരുന്നത് പോലെയാണ് വളർന്നു വരുന്നതെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഗുഹയിലെത്തി? അപ്പൊ നിങ്ങൾ ആലോചിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആര് നിസ്സാരപ്പെടുത്തിയാലും ആര് നിന്ദിച്ചാലും മുസ്ലിം ലോകത്തിന് ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ മനുഷ്യനായി തന്നെയാണ് വളർന്നു വലുതായത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഗുഹയിൽ വെച്ച് ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കുന്നത്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ അമ്പിയാക്കളും വളരെ സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് അവർ സത്യത്തിലേക്ക് ക്ഷണിച്ചു. ആ ക്ഷണിക്കുന്ന സമയത്ത് ഒരൊറ്റ നബിയും ഇവിടെ ഒരു തെമ്മാടിത്തത്തിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടില്ല. മറിച്ച് തെമ്മാടിത്തങ്ങളിൽ നിന്ന് ജനങ്ങളെ മുക്തരാക്കാനാണ് ശ്രമിച്ചത്. സർവ്വ അമ്പിയാക്കളും നന്മ മാത്രമാണ് പ്രചരിപ്പിച്ചത്. ഒരു നബിയും ഇവിടെ കളവിന് കൂട്ടുനിന്നിട്ടില്ല, വഞ്ചനയ്ക്ക് കൂട്ടുനിന്നിട്ടില്ല, അസത്യത്തിന് കൂട്ടുനിന്നിട്ടില്ല, അന്യനാക്രമിക്കുന്നതിന് കൂട്ടുനിന്നിട്ടില്ല, അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നതിന് കൂട്ടുനിന്നിട്ടില്ല, കുടുംബങ്ങളുമായി അകലുന്നതിന് കൂട്ടുനിന്നിട്ടില്ല, മറ്റൊരു മനുഷ്യനെ ആക്രമിക്കുന്നതിന് കൂട്ടുനിന്നിട്ടില്ല. എല്ലാ അമ്പിയാക്കളും ലോകത്തുള്ള മുഴുവൻ നല്ലവരും അംഗീകരിക്കുന്ന നല്ല നല്ല തത്വങ്ങളെ ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ളൂ. ആ നല്ലതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വന്ന അമ്പിയാക്കൾ അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ അവരല്ലാഹുവിന്റെ ആളുകളാണ്, അല്ല പറഞ്ഞേച്ചവരാണ്, അല്ല നിശ്ചയിച്ചവരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അല്ലാഹു അവർക്ക് ചില പ്രത്യേകതകൾ കൊടുത്തിരുന്നു. ആ പ്രത്യേകതകളാണ് മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത്. ആ മുഅ്ജിസത്ത് അവർ പ്രകടിപ്പിക്കുമ്പോൾ വെല്ലുവിളിയുടെ സ്വഭാവത്തോടുകൂടിയാണ് അവര് അത് പ്രകടിപ്പിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം വെല്ലുവിളിക്കുകയാണ്, അല്ലാഹു എനിക്ക് തന്ന മുഅ്ജിസത്താണ് ഈ വടി. ഈ വടി കൊണ്ട് ഞാനിതാ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇതിനെ നേരിടാൻ ലോകത്താരെങ്കിലും തയ്യാറുണ്ടോ? തയ്യാറുണ്ടെന്ന് പറഞ്ഞു വന്നവരെല്ലാം അതാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി പിടിച്ച് വിഴുങ്ങിപ്പോയി.
സത്യം നിലനിന്നു, അസത്യം പരാജയപ്പെട്ടു. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം വന്ന് വെല്ലുവിളിക്കുന്നു, ഞാൻ എന്റെ സ്വഭാവി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇذനില്ലാഹ് വഉബ്രിഉൽ ലക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ് വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. ജനങ്ങളെ, കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി ഊതിയിട്ട് ഞാൻ പറപ്പിച്ചു തന്നേക്കാം, ഞാൻ വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തി തന്നേക്കാം, ഞാൻ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ഉണ്ടാക്കി തന്നേക്കാം, ഞാൻ മരിച്ചവരെ ഹയാത്താക്കി തന്നേക്കാം. ഇതൊക്കെ അള്ളാഹു തരുന്ന കഴിവ് കൊണ്ടാണ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്. അള്ളാഹു എനിക്ക് തന്ന പവർ കൊണ്ടാണ്, എനിക്ക് അള്ളാഹു തരുന്ന കഴിവ് കൊണ്ടാണ്. ഞാൻ അള്ളാഹുവിന്റെ ആളാണ്, അള്ളാഹ് പറഞ്ഞേറ്റ വ്യക്തിയാണ്. നിങ്ങൾ എന്നെ അനുസരിച്ചോളൂ, ഇല്ലെങ്കിൽ എന്നെ നേരിടാൻ നിങ്ങളിൽ ആരെങ്കിലും തയ്യാറുണ്ടോ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചവരെ ഹയാത്താക്കുമെന്ന് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, എന്നാ പിന്നെ ഹയാത്താക്കി. ഈസാ നബി വിളിച്ചു, ഹയാത്തായി. അയാളിപ്പോ ബോധം കെട്ട് വീണതായിരിക്കും, അപ്പുറം വേറൊരാൾ അയാളെ ഹയാത്താക്കി. അയാളെ വിളിച്ചു, ഹയാത്തായി. അതൊക്കെ ഇപ്പൊ അടുത്ത് മരിച്ചു ഞങ്ങൾക്ക് തോന്നിയതാണ്. ഒരു കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ച ഒരാളെ നിങ്ങൾ ഹയാത്താക്കുമോ? ആരെയാ ഹയാത്താക്കണ്ട്? കാണിക്കുന്നു. ഒരു പഴയ ഖബർ ഈസാ നബി അലൈഹി സ്വലാമിനെ ചൂണ്ടിക്കാണിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സാമിന്റെ ഖബർ, ആയിരക്കണക്കിന് കൊല്ലം മുമ്പുള്ള ഖബർ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോയി വിളിച്ചപ്പോൾ ഖബറിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് വന്നു. തലയും താടിയും ഒക്കെ നരച്ചിരിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, എന്താണിത്? നിങ്ങളുടെ കാലഘട്ടത്തിൽ നര ബാധിക്കാറില്ലെന്നല്ലേ ചരിത്രം, നിങ്ങൾക്ക് എന്തേ നര ബാധിച്ചത്? ഈസാ നബി അലൈഹിസ്സലാമിനോട് സാം ഇബ്നു നൂഹിന്റെ മറുപടി, ഓ ഈസാ നബിയേ, പറഞ്ഞത് ശരിയാണ്, തലയും താടിയും നരക്കാതെ കിടന്നവനാണ് ഞാൻ. പക്ഷേ നിങ്ങൾ വന്ന് ഖബറിന്റെ സമീപത്ത് നിന്ന് വിളിച്ചപ്പോൾ ആ വിളി പടച്ചവന്റെ കോടതിയിലേക്കുള്ള വിളിയാണെന്ന് തോന്നിപ്പോയി. ഞാൻ പടച്ചവന്റെ കോടതിയിലേക്ക് എന്ന ആ ഒരു ഭയത്തോടെയാണ് എഴുന്നേറ്റത്. ആ പടച്ചവന്റെ കോടതിയിലേക്ക് പോകുന്ന ഭയം എന്റെ ഹൃദയത്തിൽ അങ്ങ് വന്നപ്പോൾ എന്റെ കറുത്ത രോമങ്ങളൊക്കെ നരച്ചുപോയി. ഈസാ നബി അലൈഹിസ്സലാമിനോട് സാം ഇബ്നു നൂഹിന്റെ മറുപടി ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ഈ നിലക്ക് മരിച്ചവരെ ഹയാത്താക്കുന്ന മുഅ്ജിസത്ത്. എന്നാൽ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ദാമത്തിൽ ലദൈനാ ഫഅഫാഖത് കുല്ല മുഅ്ജിസത്തിൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഒരു മുഅ്ജിസത്ത് നൽകി. എന്താണ് ആ മുഅ്ജിസത്ത്? പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു മുഅ്ജിസത്ത്, ആയിരക്കണക്കിന് മുഅ്ജിസത്തുകളുണ്ട്. അതിൽ നിന്ന് ഏറ്റവും വലിയ മുഅ്ജിസത്തായി അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി പരിശുദ്ധ ഖുർആനാകുന്ന മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്തിന്റെ സ്വഭാവം എന്താണ്? ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളെയും അത് മറികടന്നിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ ആ മുഅ്ജിസത്ത് നിലനിൽക്കുകയാണ്. ആ മുഅ്ജിസത്തിന്റെ വെല്ലുവിളി ലോകത്തിങ്ങനെ അതാ അലയടിച്ചുകൊണ്ടിരിക്കുന്നു.
ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ് ഇൻ കുൻതും സാദിഖീൻ. ഓ മുഹമ്മദ് നബിയുടെ നബിയാണെന്ന സ്ഥാനം നിഷേധിക്കുന്ന അവിശ്വാസികളെ, മുഹമ്മദ് നബി റസൂലാണെന്ന് അംഗീകരിക്കാത്ത അവിശ്വാസികളെ, ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് അംഗീകരിക്കാത്ത അവിശ്വാസികളെ, നിങ്ങളെ ഇതാ വെല്ലുവിളിക്കുന്നു. ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമയായ മുഹമ്മദ് നബിയുടെ മേൽ നാം അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ അത് ലോകസൃഷ്ടാവിന്റെ ഗ്രന്ഥമാണെന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്നാൽ വന്നോളൂ, നിങ്ങളെല്ലാവരും വന്നോളൂ, സർവയുക്തിവാദികളെയും കൂട്ടിക്കോളൂ, സർവനിരീശ്വരവാദികളെയും ചേർത്തോളൂ, എല്ലാ വിഭാഗം മതക്കാരെയും ചേർത്തോളൂ, മതമില്ലാത്തവരെയും വിളിച്ചോളൂ, എല്ലാ ഓറിയന്റിസ്റ്റുകളെയും വിളിച്ചോളൂ, എല്ലാ സിയോണിസ്റ്റുകളെയും വിളിച്ചോളൂ, എല്ലാ സയനിസ്റ്റുകളെയും വിളിച്ചോളൂ, എല്ലാ ചിന്തകരെയും വിളിച്ചോളൂ, എല്ലാ സാഹിത്യകാരന്മാരെയും വിളിച്ചോളൂ, പോരെങ്കിലും നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെയും വിളിച്ചോളൂ. എന്നിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഖുർആനിലുള്ള 114ഓളം വരുന്ന അധ്യായങ്ങളിൽ ഏറ്റവും ചെറിയ അധ്യായമായ ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന സൂറത്തിന്റെ വലിപ്പത്തിലെങ്കിലും ഒരു ചെറിയ അധ്യായമെങ്കിലും നിങ്ങളെല്ലാവരും കൂടി ഇതേ സാഹിത്യ സമ്പുഷ്ടതയിൽ, ഇതേ ആശയ ഗാംഭീര്യത്തിൽ, ഇതേ മഹത്വത്തോടുകൂടെ, ഇതേ ഘടന ഒപ്പിച്ച്, ഇതേ ശൈലിയിൽ നിങ്ങളൊന്ന് അവതരിപ്പിച്ചു തരുമോ ലോകമേ? കഴിയുമെങ്കിൽ ഈ വെല്ലുവിളി നേരിട്ടോളൂ. ഖുർആൻ അതോടെ പൊളിഞ്ഞുപോയി, മുഹമ്മദ് നബി പൊളിഞ്ഞുപോയി, മുസ്ലിം സമുദായം പൊളിഞ്ഞുപോയി. ഒരൊറ്റ പള്ളിയും പൊളിക്കണ്ട, ഒരു മദ്രസയും പൊളിക്കണ്ട, ഒരു മദ്രസക്കും സ്റ്റേ വേണ്ട, ഒരു പള്ളിക്കും സ്റ്റേ വേണ്ട. മുസ്ലിമീങ്ങളെ ഇസ്ലാം തന്നെ തകർന്നുപോയി. ഒരൊറ്റ വെല്ലുവിളി നേരിട്ടോളൂ, ഖുർആനിന്റെ വെല്ലുവിളി. ഇതുപോലൊരു ചെറിയ അധ്യായമെങ്കിലും അവതരിപ്പിക്കാൻ ആർക്ക് കഴിയും? വെല്ലുവിളി തുടങ്ങിയിട്ട് 1400-ലധികം കൊല്ലമായി. ദാമത്തിലദൈന ഫാഫാഖത് കുല്ല മുഅ്ജിസത്തിൻ, എല്ലാ മുഅ്ജിസത്തുകളെയും മറികടക്കുന്ന ഈ വെല്ലുവിളി, ഈ ഖുർആനിന്റെ വെല്ലുവിളി ഇവിടെ നിലനിൽക്കുന്നു. ഇന്നേ വരെ ഒരു വ്യക്തിക്കും അത് നേരിടാൻ കഴിഞ്ഞില്ല. സഹോദരന്മാരെ, ഖൽബ് നന്നാക്കി നിങ്ങളൊന്ന് ചിന്തിക്കുക മഹാന്മാരെ കുറിച്ച്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് പൊട്ടിക്കരയുന്നു. കാരണമെന്താ? തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പാതിരാ സമയത്ത് യാത്ര ചെയ്തതാണ്. പോയതെങ്ങോട്ടാണ്? പോയത് രാജ്യത്തിങ്ങനെ കറങ്ങുകയാണ്. പട്ടിണി കിടക്കുന്ന പാവങ്ങളുണ്ടോ എന്റെ ഭരണത്തിൻ കീഴിൽ? വെള്ളം കിട്ടാതെ, ഭക്ഷണം കഴിക്കാതെ, ഉറക്കം വരാതെ കഴിയുന്ന സാധുക്കളുണ്ടോ എന്ന് ചിന്തിക്കാനാണ്. അതല്ലേ ഭരണാധികാരി, മാതൃകാപരമായ ഭരണാധികാരി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴതാ അങ്ങകലെ വെളിച്ചം കാണുന്നു, തീ കത്തുന്നത് കാണുന്നു. സമീപത്തേക്ക് ചെന്ന ഉമർ ഇബ്നുൽ ഖത്താബിന് കാര്യം തിരിയുന്നു. ചെറ്റപ്പരിയുടെ ഉള്ളിൽ വെച്ചാണ് തീ കത്തുന്നത്. തീ കത്തിക്കുന്നത് എന്താണ്? കുട്ടികൾ കരയുന്നുണ്ട്. ഒരുമ്മയാണ് ഉള്ളിലുള്ളത്. എന്തേ കാര്യം? ഭക്ഷണം കൊടുക്കാനില്ലാത്തത് കൊണ്ട് പൊട്ടിക്കരയുന്ന കുട്ടികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ പച്ചവെള്ളം വെച്ച് തിളപ്പിക്കുകയാണ് ഒരു ഉമ്മ. ആ അടുപ്പിലെ തീയാണ് ദൂരെ നിന്ന് കണ്ടത്. ഈ വിഷയം ചോദിച്ച് മനസ്സിലാക്കിയ ഉമർ ഇബ്നുൽ ഖത്താബ്, ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പാവപ്പെട്ട പെണ്ണിന്റെ വേദന അറിഞ്ഞപ്പോൾ വേദനിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബിനോട് ഈ സ്ത്രീ തന്നെയാണ് കംപ്ലൈന്റ് പറയുന്നത്. വല്ലാഹു ബൈനനാ വബൈന ഉമറാ, എന്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ മനുഷ്യ, നിന്നോട് ഞാൻ പറയട്ടെ, ഞങ്ങളെ ഭരിക്കുന്ന ഒരു ഉമറുണ്ട്.
ആ ഉമറിന്റെയും എന്റെയും ഇടയിൽ അല്ലാഹു ഉണ്ട്. അവന്റെ കോടതിയിൽ വെച്ച് ഉമറിന് ഞാൻ കാണിച്ചു കൊടുക്കും. ഈ പെണ്ണിന്റെ ഭീഷണി കേട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചോദ്യം, അള്ളാഹുവിന്റെ മുന്നിൽ ഉമറിനെ പഠിപ്പിക്കുമെന്ന് പറയുന്ന പെണ്ണിനോട്, പെണ്ണേ, നീ പട്ടിണി കിടക്കുന്ന വിവരം ഉമർ അറിയില്ലല്ലോ. അറിയാത്ത ഉമർ ഇതിനെ സഹായിക്കാത്തതിന് കുറ്റക്കാരനാകുമോ? ഈ ചോദ്യം ചോദിക്കുമ്പോ പെണ്ണിന്റെ ചോദ്യം ഉമർ ഇബ്നുൽ ഖത്താബിനോട്, യതവല്ലാ ഉമൂറനാ വയഗ്ഫിലു അന്നാ, ഞങ്ങളുടെ ഭരണവും ഏറ്റെടുത്തിട്ട് സാധുക്കളായ ഞങ്ങളെ വിവരം അദ്ദേഹം അറിയില്ലെന്നോ? എങ്കിൽ രാജിവെച്ച് പോയിക്കൂടെ? ഈ ചോദ്യത്തിന്റെ മുന്നിൽ ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പെണ്ണിനെ പേടിച്ചിട്ടല്ല, യജമാനനായ റബ്ബിനെ ഭയപ്പെട്ടതിന്റെ പേരിൽ ഖജനാവിന്റെ സമീപത്ത് എന്നൊരു ചാക്ക് നിറയെ യവത്തിന്റെ പൊടിയും നിറച്ച്, ഒരു ടിന്ന് നിറയെ എണ്ണയും നിറച്ച് തൽഹ റളിയല്ലാഹു അൻഹുവിനോട് പിടിച്ച് ഉമറിന്റെ തലയിൽ വെക്കൂ എന്ന് പറയുമ്പോ തൽഹ റളിയല്ലാഹു അൻഹു എന്റെ തലയിൽ വെക്കൂ ഉമർ അമീറുൽ മുഅ്മിനീൻ. ദേഷ്യത്തോടെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചോദ്യം, ഓ തൽഹ, അതഹമിലു അന്നീ ബിസിരി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ഉമറിന്റെ എല്ലാ തെറ്റുകളും നീ തന്നെ എടുക്കുമോ തൽഹ? പ്രായശ്ചിത്തം ഉമറിന്റെ തലയിൽ വെച്ച് വേണ്ടേ? എടുത്തു വെക്കൂ എന്റെ തലയിലേക്ക്. ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തലയിലായവത്തിന്റെ പൊടിച്ചാക്കുമേറ്റിയിട്ട് എണ്ണയും കയ്യിൽ പിടിച്ച് നെയ്യും കയ്യിൽ പിടിച്ച് പോയ ഉമർ ഇബ്നുൽ ഖത്താബ് ചെറ്റപ്പറയുടെ സമീപത്ത് എന്ന് കല്ലെടുത്ത് വെച്ച് അടുപ്പ് കൂട്ടിയിട്ട് അതാ കല്ല് കൊണ്ടുവന്ന് അടുപ്പിന്റെ മേലെ പത്തിരി ചുടുകയാണ്. പത്തിരി ചുട്ടി കുട്ടികൾക്ക് കൊടുക്കാനാണ്, സാധുക്കൾക്ക് കൊടുക്കാനാണ്. പത്തിരി ചുടുന്ന സമയത്ത് والعين من خشية سالت ماقيها. തീയൂതി കത്തിക്കുമ്പോൾ നീണ്ട താടിയുടെ ഉള്ളിലൂടെ പുക ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ രണ്ട് കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചുകൊണ്ടിരിക്കുന്നു. എന്തേ? യസ്തഖ്ബീലുന്ന റാഖൗഫന്നാരി ഫീ വദിഹി വൽഐനു മിൻ ഖസിയത്തിൻ സാലത്ത് മാഖീഹാ. ഉമർ ഇബ്നുൽ ഖത്താബ് വെറുതെ കരയുകയാണോ ചെറുപ്പക്കാരാ? യജമാനനായ റബ്ബിന്റെ മുമ്പിൽ ജഹന്നമാകുന്ന നരകമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു ഖൽബിന്റെ ഉള്ളിൽ ഉറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അടുപ്പ് കൂട്ടിയിട്ട് സാധുക്കൾക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചു പോയി. ഈ തീയൂതി കത്തിക്കുന്ന എന്നെ പാരത്രീക ലോകത്തുള്ള തീയിൽ നിന്ന് രക്ഷപ്പെടുത്തണം റബ്ബേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞുപോയി. നരകമുണ്ടെന്ന് നാവ് കൊണ്ട് പറയല്ല, കൽബിൽ ഉറപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ജീവിതം മുഴുക്കെ തഖ്വയിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള, പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതമല്ലാതെ സ്വഹാബത്തിന്റെ ജീവിതമില്ല.
സ്വർഗം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവര് ഉറച്ച് വിശ്വസിച്ചവരാണ്. അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി ചാടി വീണ് മരിക്കുന്നതിന് അവർക്ക് പേടിയില്ല, അവർക്ക് വിഷമമില്ല. സുമ്മലം യർതാബൂ, അവർക്ക് സംശയത്തിന്റെ പ്രശ്നമേ ഇല്ല. വജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അവരെ സമ്പത്തുകളെ കൊണ്ടും ശരീരങ്ങളെ കൊണ്ടും അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നവരാണ്. അവരാണ് സത്യവിശ്വാസികൾ നബിയേ. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യം പറയുന്നവർ. ഞങ്ങൾ സത്യവിശ്വാസികളാണെന്ന് പറഞ്ഞാൽ പോരാ, വിശ്വാസമുണ്ടോ? ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിക്കാൻ തയ്യാറാകണം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക. ഈ മുസ്ലിം സമുദായത്തിൽ എന്തിന് ഭിന്നിപ്പുണ്ടാക്കണം? ഈ മുസ്ലിം സമുദായത്തെ എന്തിന് തകർക്കണം? ഇനി നിങ്ങൾ നോക്കൂ, ആ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു വന്ന കാലത്ത് തന്നെ ഇവിടെ ഖാദിമാരെ നിശ്ചയിച്ചില്ലേ? വജഅല ഇബ്നഹു ഖാദിയൻ എന്ന് കാസർഗോഡ് പള്ളിയിലും എഴുതി വെച്ചിട്ടില്ലേ? ഖാദിമാരുടെ സ്വഭാവം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. മാസം എന്ന് പറയുന്നത് അത് 29ഉം 30ഉം രണ്ട് വിധത്തിലുണ്ടാകും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ള പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള തന്നെ പറഞ്ഞു, ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയ്യത്തുൻ ലാ നക്തുബു വലാ നഹ്സുൻ, നാം കണക്കുകൂട്ടി നോക്കുന്ന സമുദായമല്ല, കണക്കുകൂട്ടി നോക്കുന്ന സമുദായമല്ല. നമ്മളുടെ സ്ഥിതി എന്താണ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ മാസം കണ്ടാൽ നോമ്പെടുത്തോളൂ, മാസം കണ്ടാൽ പെരുന്നാളാക്കിക്കോളൂ. തർക്കമില്ലാത്ത ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ആ നിലക്ക് നമ്മുടെ ഖാദിമാർ മാസം കണ്ടതായി സാക്ഷി നിന്നാൽ, അവർക്ക് ബോധ്യപ്പെട്ടാൽ അവരൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നു. ആ തീരുമാനമനുസരിച്ച് അവരുടെ മഹല്ലിലുള്ള ജനങ്ങൾ പ്രവർത്തിക്കുന്നു. ഒരു മഹല്ലിലും ഭിന്നിപ്പില്ല. ഒരു ഖാദിക്ക് ബോധ്യപ്പെട്ടത് മറ്റൊരു ഖാദിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ, ഒരു ജഡ്ജിക്ക് ബോധ്യപ്പെട്ടതുപോലെ വേറൊരു ജഡ്ജിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ വിധിക്ക് മാറ്റമുണ്ടാകാം, അത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു ജഡ്ജി വിധിക്കുന്ന മഹല്ലിലല്ലല്ലോ മറ്റേ ജഡ്ജിയുള്ളത്. അതുകൊണ്ട് ഓരോ മഹല്ലിലും ഭിന്നതയില്ലാതെ പോവുകയാണ്. ആ നിലയ്ക്ക് നല്ല നിലയ്ക്ക് നീങ്ങിയിരുന്നൊരു ചുറ്റുപാട്, ആ ചുറ്റുപാട് നിലനിന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കട്ടെ, ഒരു വിഭാഗം ഇറങ്ങി വന്നൊരു പുതിയ ആശയം കൊണ്ടുവന്നു. മാസം കണ്ടാ പോരാ, കണക്ക് കൂട്ടി നോക്കണം. ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരായത്തിൽ മാസം കണ്ടാൽ പോരാ, കണക്കുകൂട്ടി നോക്കണമെന്ന് ഖുർആനിൽ വല്ല ആയത്തിലും പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ വല്ല ഹദീസിലും നിങ്ങൾ കണക്ക് കൂട്ടി നോക്കി മാസം ഉറപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നതിന്റെ തെളിവ് ഇപ്പോൾ ആ കക്ഷികൾ ഇറക്കിയ നോട്ടീസുകൾ നോക്കൂ. ആയത്ത് തെളിവില്ലല്ലോ, ഹദീസ് തെളിവില്ലല്ലോ. എവിടെ പോയി ഖുർആനിൽ ആയത്തുകൾ? എവിടെ പോയി റസൂലുള്ളാഹിന്റെ ഹദീസുകൾ? അല്ലാഹുവിന്റെ റസൂല് ഖണ്ഡിതമായി പറഞ്ഞതാണ്, മാസം കണ്ടാൽ നോമ്പെടുത്തോ, മാസം കണ്ടാ പെരുന്നാളാക്കിക്കോ. ഞാൻ എന്റെ മുസ്ലിം സമുദായത്തോട് ഓർമ്മപ്പെടുത്തുന്നു, റാഫിദിയ്യാക്കൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം പൂർവകാലത്ത് കഴിഞ്ഞുപോയി. അവരുടെ പതിവ് സ്വഹാബത്തിനെ ചീത്ത പറയലാണ്, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെയും ചീത്ത പറയലാണ്. അബ്ദുൽ ഹമീദ് ഷെർവാനി റഹിമഹുല്ലാഹ് തുഹഫയുടെ ശറഹിൽ പറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്തിന്റെയും അതുപോലെ ഇമാമിങ്ങളുടെയും ചരിത്രമടങ്ങുന്ന കിതാബുകൾ അവരെ കയ്യിൽ കൊടുക്കൽ വരെ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ സ്വഹാബത്തിന്റെ വിരോധികളാണ്, ഇമാമിങ്ങളെ വിരോധികളാണ്. ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ അബ്ദുൽ ഹമീദ് ഷെർവാനി റഹിമഹുല്ലാഹ് 100-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഹാസിയത്ത് ഷർവാനിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാമിങ്ങളെ ചരിത്രമെഴുതിയ കിതാബുകളും സഹാബത്തിന്റെ പേരെഴുതിയ കിതാബുകളും റാഫിദിയ്യാക്കൾക്ക് കൊടുക്കൽ ഹറാമായതുപോലെ തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ വഹാബികൾക്കും ഇമാമിങ്ങളെ കിതാബും ഇമാമിങ്ങളെ ചരിത്രമെഴുതിയ കിതാബുകൾ കൊടുക്കൽ ഹറാമാണ്. സഹാബത്തിന്റെ ചരിത്രമെഴുതിയ കിതാബുകൾ കൊടുക്കൽ ഹറാമാണെന്ന് ഹിജ്റ 1200
1298 ഞാൻ ഓർക്കുന്നു. കിതാബ് എഴുതി തീർത്ത അബ്ദുൽ ഹമീദ് ഷർവാനി റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടി രേഖപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, റാഫിളിയാക്കളും വഹാബികളും രണ്ടും സഹാബത്തിന്റെ വിരോധികളാണ്, ഇമാമിങ്ങളെ വിരോധികളാണ്. അതുകൊണ്ട് അവരെ ചരിത്രമെഴുതിയ കിതാബ് വരെ അവരെ കയ്യിൽ കൊടുക്കൽ ഹറാമാണെന്നാണ് എഴുതി വെച്ചത്. ഇത് ഞാൻ എഴുതിയതല്ല, ബൈരത്തൂര് ബാവ മുസ്ലിയാർ എഴുതിയതല്ല, ശൈഖുനാ കാന്തപുരം ഉസ്താദ് എഴുതിയതല്ല, മർഹൂം കണ്യത്ത് ഉസ്താദ് എഴുതിയതല്ല. ലോകത്ത് കഴിഞ്ഞുപോയ മക്ക ഈജിപ്തിലെയും അതുപോലെ മക്കാ ശരീഫിലെയും ഒക്കെ വലിയ വലിയ പണ്ഡിതന്മാർ ഒരുപോലെ ആദരിച്ച ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഷർവാനി തങ്ങൾ അവിടുത്തെ ഹാസിയത്ത് ഷർവാനിയിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. അതിനവർ കാരണം പറഞ്ഞത്, സഹാബത്തിനെയും ഇമാമിങ്ങളെയും വെറുക്കുന്നവരാണ് റാഫിദിയാക്കളും അതുപോലെ തന്നെ ഈ പറഞ്ഞ വിഭാഗവും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ രണ്ട് വിഭാഗത്തിന്റെയും ആശയങ്ങൾ ഏകദേശവും തുല്യമാണ്. അതിൽപ്പെട്ട ഒരാശയമാണ് റാഫിദിയാക്കൾ ആശയമാണ്, പടച്ചവന് കൈ, കാല്, മൂക്ക്, നാക്ക് തുടങ്ങിയ കുറെ അവയവങ്ങളുണ്ട് എന്ന വാദം. അള്ളാഹുവിന് രണ്ട് കൈയുണ്ട്, അള്ളാഹുവിന് കാലുണ്ട്, അള്ളാഹ്ക്ക് തണ്ടങ്കാലുണ്ട്, അള്ളാഹ്ക്ക് ചന്തിയുണ്ട്, അള്ളാഹ് കസേരമേലിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന വാദം റാഫിദിയാക്കളെ വാദമാണ്. ആ വാദം തന്നെയാണ് ഇന്നത്തെ മുജാഹിദ് വാദം. അവരുടെ അൽമനാർ 988 സെപ്റ്റംബറിൽ അത് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ശൈഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിന്റെ അത്തൗഹീദിന്റെ പരിഭാഷ 124 പേജിലും അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട്, അള്ളാഹ്ക്ക് അതുപോലെ കസേരയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ റാഫിളിയാക്കളുടെ വിശ്വാസമുള്ളവരാണ് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും. ഒന്നുകൂടി ഞാൻ പറയുന്നു, എന്റെ സഹോദരന്മാരെ ആക്ഷേപിക്കാനല്ല പറയുന്നത്, നിങ്ങൾ സത്യത്തിലേക്ക് തിരിച്ചു വരാനാണ് സാധാരണക്കാരോട് ഇത് പറയുന്നത്. ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. റാഫിളിയാക്കളുടെ ഒരു വാദമാണ്, ഷിയാക്കളുടെ വാദമാണ്, 3 തലാഖ് ചൊല്ലിയാൽ ഒറ്റയും പോവുകയില്ല എന്ന വാദം. ആ വാദവും ഇപ്പോൾ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ 1973 നവംബർ മാസത്തെ പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമി പറയുന്നു, 3 തലാഖ് ചൊല്ലിയാൽ ഒരേ ഇരുപ്പിൽ 3 തലാഖും ചൊല്ലിയാൽ 3ഉം പോകുമെന്ന് 73 നവംബറിലെ പ്രബോധനത്തിൽ എഴുതിയ അതേ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ 83 മെയ് മാസത്തിലെ പ്രബോധനത്തിൽ പറയുന്നു. ഒരേ സമയം 3 തലാഖും മുറിച്ചിരിക്കുന്നു എന്ന് ഒരാൾ തന്റെ ഭാര്യയ്ക്ക് എഴുതിയാൽ അത് 3 തലാഖായി തന്നെ പരിഗണിക്കേണ്ടതുണ്ടോ ഇല്ലേ? ഉത്തരം ഒന്നായി പരിഗണിച്ചാൽ മതിയാവും. 73 നവംബറിലെ പ്രബോധനത്തിൽ 3 തലാഖ് ചൊല്ലിയാൽ 3ഉം പോകുമെന്ന് പറഞ്ഞ കക്ഷികൾ 83 മെയ് മാസത്തെ പ്രബോധനത്തിൽ 3 തലാഖ് ചൊല്ലിയാൽ ഒന്നാണെന്ന് പറയുന്ന 10 കൊല്ലത്തിലിടയ്ക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസിൽ ജിബ്രീൽ വന്നിട്ടുണ്ടോ സഹോദരന്മാരെ? പുതിയ നബി വന്നിട്ടുണ്ടോ സഹോദരന്മാരെ? ഞാനിത് ആധികാരികമായി തന്നെയാണ് പറയുന്നത്. എന്റെ മുസ്ലിം സഹോദരന്മാരെ ശരിക്ക് ചിന്തിക്കുക. പടച്ചവനിൽ വിശ്വാസമുള്ളവർക്ക് ഇങ്ങനെ ഇസ്ലാം മതം മാറ്റാൻ കഴിയുമോ? ദീനിന്റെ നിയമം മാറ്റിപ്പറയാൻ കഴിയുമോ? അപ്പൊ ഇസ്ലാം മതത്തിൽ റാഫിളിയാക്കളുടെയും ഷിയാക്കളുടെയും വാദത്തിലേക്ക് ഇതുപോലെ തന്നെ നിങ്ങൾ എന്റെ സഹോദരന്മാരെ ശ്രദ്ധിക്കുക. കേരളത്തിൽ ഒരു തലാഖ് വിവാദം വന്നു. ആ വിവാദത്തിലും യഥാർത്ഥത്തിൽ വിവാദം തുടങ്ങി ഉണ്ടാക്കിയത് മുജാഹിദാണ്. പക്ഷെ അവസാനം അത് സുന്നികൾ തമ്മിൽ തല്ലുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. സുന്നികളെ തമ്മിലടുപ്പിക്കുക, ഇത് പ്രശ്നമുണ്ടാക്കിയവർ വലിഞ്ഞു കളയുക എന്നതാണ് ഇന്നുവരെ കേരളത്തിലുള്ള സ്വഭാവം. ഞാൻ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളോട് പറയുന്ന, നിങ്ങൾ ഗ്രൂപ്പ് കൈയൊഴിക്കുക, നിങ്ങൾ അല്ലാഹുവിന്റെ ദീന് ചിന്തിക്കുക. നമ്മെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഓരോ പ്രശ്നങ്ങൾ വലിച്ചിട്ട് നമ്മെ തമ്മിൽ തല്ലിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തമ്മിൽ തല്ലുന്നതിന് പകരം പ്രശ്നത്തിന്റെ ആഴത്തിൽ ചിന്തിച്ച് വേറെ എവിടുന്ന് വന്നു എന്ന് ചിന്തിച്ചതിന് മരുന്ന് വെക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, സാക്ഷിയില്ലാതെ തലാഖ് ചൊല്ലിയാൽ തലാഖ് തീരെ സംഭവിക്കുകയില്ലെന്നാണ് മുജാഹിദ് കൊടുത്ത ഫത്വ. ആ ഫത്വ കൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ തലാഖ് പ്രശ്നമുണ്ടായത്. അതിന്റെ ശേഷം പക്ഷേ നമ്മൾ കണ്ടത് സുന്നികൾ തമ്മിൽ തലാഖ് പ്രശ്നത്തിൽ തമ്മിൽ സ്റ്റേജ് കെട്ടുന്നതാണ്.
ഹക്കും മസ്അലയും പറയാൻ വേണ്ടി ഞാനും സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. പഠിച്ചത് മൂടിവെക്കാൻ കഴിയില്ലല്ലോ. അതേ സമയത്ത് എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക, തലാഖ് ചൊല്ലുമ്പോൾ സാക്ഷികളില്ലെങ്കിൽ തലാഖ് സംഭവിക്കുകയില്ല എന്ന വാദം ശിയാക്കള വാദമാണെന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ ഇസ്ലാമിന്റെ ആ ഒറ്റക്കെട്ടായുള്ള നീക്കത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ശിയാക്കൾ, ആ ശിയാക്കള വാദമാണിപ്പോൾ മുജാഹിദിന്റെ ഫത്വയിലുള്ളത്. ഇവിടെ തലാഖ് ചൊല്ലുമ്പോൾ സാക്ഷിയില്ലെങ്കിൽ തലാഖ് പോവുകയില്ലെന്ന വാദം. ഈ നിലക്കുള്ള വാദങ്ങൾ ഉന്നയിച്ച് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മുസ്ലിം സമുദായം ഉണരുക, സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട മുസ്ലിമീങ്ങൾ ഉണരുക. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരായാലും ഇല്ലെങ്കിലും അത് ദുന്യാവിന്റെ ഒരു കച്ചവടമാണ്. നിങ്ങൾ ആഖിറത്തിനു വേണ്ടി യോജിക്കുക. ആഖിറത്തിനു വേണ്ടി സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, 4 മദ്ഹബുകളാണ് സുന്നത്ത് ജമാഅത്ത്. നിങ്ങൾ അതിൽ ശാഫിഈ മദ്ഹബുകാരാണ്. നിങ്ങൾ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് നിങ്ങൾ യോജിക്കുക. നിങ്ങൾ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് നിങ്ങളെ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുക. നിങ്ങൾ ഫത്ഹുൽ മുഈൻ സ്വീകരിക്കുക. നിങ്ങൾ തുഹ്ഫ സ്വീകരിക്കുക. ഇമാം നവവി പറഞ്ഞത് സ്വീകരിക്കുക. ഇവിടെ ഞങ്ങൾ ആരും പറയുന്നത് സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് വാദമില്ല. ബഹുമാനപ്പെട്ട ഇമാമിങ്ങളെ കിതാബിൽ എഴുതി വെച്ചത് നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് സുന്നിയായി ജീവിച്ച് സുന്നിയായി മരിക്കാം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ സഹോദരന്മാരെ, പറഞ്ഞു വന്നത്, അപ്പൊ എല്ലാ വിഷയത്തിലും ഭിന്നതയുണ്ടാക്കുക എന്നതല്ലേ ഇത്. ഇതുപോലെ നിങ്ങൾ നോക്കൂ, ഏത് മുസ്ലിമീങ്ങൾക്കാണ് അറിയാത്തത്? ബഹുമാനപ്പെട്ട സഹാബത്ത് വന്ന് ഇവിടെ നോമ്പ് പഠിപ്പിച്ചു. ആ നോമ്പ് പഠിപ്പിച്ചപ്പോൾ അവര് നമുക്ക് എന്ത് പഠിപ്പിച്ചു? മഗ്രിബ് ബാങ്ക് കൊടുത്താൽ നോമ്പ് മുറിക്കണം, സുബ്ഹി ബാങ്ക് കൊടുത്താൽ പിന്നെ ഭക്ഷണം കഴിക്കരുത്. ഇതറിയാത്ത മുസ്ലിമീങ്ങളുണ്ടോ? പക്ഷേ ജമാഅത്ത് ഇസ്ലാമി അവിടെയും പ്രശ്നമുണ്ടാക്കി. ജമാഅത്ത് ഇസ്ലാമി പ്രബോധനമിറക്കി. പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമി എഴുതുന്നത് നിങ്ങൾ നോക്കൂ. ഞാനിത് ആരോപണം പറയുകയല്ല, തെളിവുകൾ ഉദ്ധരിച്ച് വിഷയത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എനിക്ക് നിങ്ങൾ എല്ലാവരും ജമാഅത്ത് ഇസ്ലാമിയായാൽ പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാരെ റേഷൻ മന്നരി മുടങ്ങിപ്പോവുകയില്ല. ബാവ മുസ്ലിയാരെ ഭാര്യ തലാഖ് ചോദിക്കുകയില്ല. അതേ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ സദസ്സിൽ നിങ്ങൾ വന്ന് ഒരുമിച്ച് കൂടിയില്ലേ? ഇത് അല്ലാഹു നിങ്ങളെ മനസ്സിലിട്ട് തന്നതല്ലേ? ഞങ്ങൾക്കിവിടെ വന്ന് നിൽക്കാൻ അല്ലാഹു അവസരം തന്നില്ലേ? ഇത് റബ്ബ് തന്ന നിഅമത്തല്ലേ? ആ റബ്ബ് ഞങ്ങളെ ചോദ്യം ചെയ്യുകയില്ലേ? അതുകൊണ്ട് കാര്യത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. നോക്കൂ, നിങ്ങൾ പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരനോട് ചോദ്യം നോമ്പ് സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സുബ്ഹി ബാങ്ക് കേട്ടാലും അത്യാവശ്യം വല്ലതും കഴിക്കാമെന്ന അഭിപ്രായം ശരിയാണോ? ഉത്തരം, നിങ്ങളിൽ ഒരാൾ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാൽ അതിൽ നിന്ന് തന്റെ ആവശ്യം നിർവഹിക്കാതെ പാത്രം വെക്കേണ്ടതില്ല. അപ്പൊ നോമ്പ് സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സുബ്ഹി ബാങ്ക് കേട്ടാലും ആവശ്യം തീർന്നിട്ട് പാത്രം വെച്ചാൽ മതി എന്നാണ് ഫത്വ. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളുടെ നോമ്പിതോടെ ബാത്തിലായില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെ കഴിഞ്ഞ 998 ജനുവരി മാസത്തെ ശബാബ് വാരികയിലും ഇതേ ഫത്വ കണ്ടു, മുജാഹിദിന്റെ വാരികയിലും കണ്ടു. ഞാൻ ചോദിക്കുന്നു, ഈ ഒറ്റക്കെട്ടായി ജീവിക്കുന്ന ഇന്ത്യ, ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ, അവർക്ക് സഹാബത്താണ് ഇവിടെ നോമ്പ് പഠിപ്പിച്ചത്. ആ സഹാബത്ത് പഠിപ്പിച്ച നോമ്പ് ഇവരെന്തിന് ഭേദഗതി ചെയ്യാൻ പോകണം? സഹാബത്തിനേക്കാൾ ദീനിൽ ആത്മാർത്ഥതയുള്ളവർ ഇവരാണോ? എന്റെ മുസ്ലിം സമുദായമേ, നിങ്ങൾ ഉണർന്ന് ചിന്തിക്കുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പൊ ചോദിക്കുമ്പോൾ അതിനവരെ മറുപടി എന്താണ്? അബൂദാവൂദ് റിപ്പോർട്ടിന്റെ ഹദീസിലുണ്ടെന്നാണ്. ഈ യാഥാർത്ഥ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് 2 ബാങ്ക് ഉണ്ടായിരുന്നു. ഏതാണ് 2 ബാങ്ക്? അബൂദാവൂദ് തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സുബ്ഹിയാകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാത്തവർക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി, ഉറക്ക് തെളിയാൻ വേണ്ടി, അത്താഴം കഴിക്കാത്തവർക്ക് അത്താഴം കഴിക്കാൻ ഉറക്ക് തെളിയാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഒരു ബാങ്ക് വിളിക്കാറുണ്ട്.
ആ ബാങ്ക് കഴിഞ്ഞതിന്റെ ശേഷം സുബിഹി ആയാൽ സുബിഹിന്റെ ബാങ്ക് മറ്റൊരു ബാങ്ക് ബഹുമാനപ്പെട്ട ഇബ്നു ഉമ്മി മക്തൂബ് റളിയല്ലാഹു അൻഹു കൊടുക്കാറുണ്ട്. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ കാലത്ത് 2 ബാങ്ക് വിളിക്കാറുണ്ട്. ഈ ബാങ്കിൽ നിന്ന് ഒന്നാമത്തെ ബാങ്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബിലാലുൽ മുഅദ്ദിനിന്റെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ ഭക്ഷണം നിർത്തണ്ട. അന്നഹു യുഅദ്ദിനു ബില്ലൈലിൻ, അദ്ദേഹം ബാങ്ക് കൊടുക്കുന്നത് സുബ്ഹി ആയതിന്റെ ശേഷമല്ല, രാത്രിയിലാണ് അദ്ദേഹത്തിന്റെ ബാങ്ക്. അപ്പൊ കുലൂ വസ്റബൂ, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ. ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തൂം, സുബ്ഹി ആയതിന്റെ ശേഷം ബാങ്ക് കൊടുക്കുന്ന ഒരാളുണ്ട്, അത് ഇബ്നു ഉമ്മി മക്തൂമാണ്. ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് കൊടുക്കുന്നത് വരെ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ. ഫഇന്നഹു ലാ യുഅദ്ദിനു ഹത്താ യത്ലുഅൽ ഫജ്റു, ഇബ്നു ഉമ്മി മക്തൂം സുബ്ഹി ആയതിന്റെ ശേഷം മാത്രമാണ് ബാങ്ക് കൊടുക്കുന്നത്. ഇബ്നു ഉമ്മി മക്തൂമിന്റെ ബാങ്ക് കേട്ടാൽ പിന്നെ നിങ്ങൾ തിന്നരുത് കുടിക്കരുത് കേട്ടോ. രാത്രി ബാങ്ക് കൊടുക്കുന്ന ബിലാലുൽ മുഅദ്ദിനിന്റെ ബാങ്കിന്റെ ശേഷം നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയുമാകാം. ഈ ഹദീസ് വിശദമായി സഹീഹുൽ ബുഖാരിയിലുണ്ട്. ആ വിശദീകരണം അവിടെ മാറ്റിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിന്റെ മുമ്പ് കൊടുക്കുന്ന ബാങ്കിനെ കുറിച്ച് പറഞ്ഞ വിധിയാണ്. നമ്മളെ നാട്ടിൽ സുബ്ഹി ആയതിന്റെ ശേഷം ബാങ്ക് കൊടുക്കുന്ന നമ്മളെ നാട്ടില് ഉള്ള ജനങ്ങളുടെ നോമ്പ് ബാത്തിലാക്കാൻ വേണ്ടി മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും സംയുക്തമായി ഫത്വ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മുസ്ലിം സമുദായമേ, നമ്മൾ അധ്വാനിച്ചു നോൽക്കുന്ന നോമ്പ് ഇവര് ഫിത്നയാക്കുമ്പോൾ ഇവരെ ക്ലാസ്സിൽ നമ്മൾ പെട്ടുപോകാൻ പാടുണ്ടോ? ജീവൻ പണയം വെച്ചിട്ട് ഇസ്ലാം ദീന് പഠിപ്പിക്കാൻ കേരളത്തിൽ വന്ന സഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാം മതം ഇവരെ ക്ലാസ് കേൾക്കുമ്പോ വലിച്ചെറിയാൻ പറ്റുമോ? സഹാബത്തിനെ പിന്തുടരാതെ ഇസ്ലാം ദീനുണ്ടോ? ഇതുപോലെ 100 കാര്യങ്ങളുണ്ട്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി 2-3 സാമ്പിൾ പറഞ്ഞതാണ്. ഇവർക്ക് അള്ളാഹുവിനെ ഭയമുണ്ടെങ്കിൽ ഈ ഫിത്നകളൊന്നും കേരളത്തിൽ ഇല്ലായിരുന്നു. എന്നിട്ടോ നമ്മൾ വെറുതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലുള്ളവരെന്തിനു പരസ്പരം തല്ലണം? നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, സുന്നത്ത് ജമാഅത്ത്, ആ സുന്നത്ത് ജമാഅത്ത് ഒറ്റക്കെട്ടായി ശക്തിയാർജിക്കുന്നത് കണ്ടപ്പോ സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കണം എന്ന് മനസ്സിലാക്കിയ ആളുകൾ അവരുടെ ഒരു കുതന്ത്രവും ഇവിടെ ദീനെ നശിപ്പിക്കാൻ വില പോകാതിരുന്നു. സുന്നത്ത് ജമാഅത്തിലുള്ള പണ്ഡിതന്മാരെ ചേരിതിരിച്ച് സുന്നത്ത് ജമാഅത്തിലുള്ള മുഅ്മിനീങ്ങളെ ചേരിതിരിച്ച് പള്ളികളിലും മദ്രസകളിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉള്ളിലൂടെ ഉള്ള മുഴുവൻ ഫിത്നകളും ഉണ്ടാക്കി ഇവർ കുറച്ചു കാലമായി നമ്മുടെ കേരളത്തിൽ വാഴുന്നു. എന്റെ മുസ്ലിം സമുദായത്തിൽ സുന്നത്ത് ജമാഅത്തിലുള്ള മുഅ്മിനീങ്ങളെ പ്രതിജ്ഞയെടുക്കണം. സുന്നത്ത് ജമാഅത്ത് മുഴുവനും ഒറ്റക്കെട്ടാകണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ കുതന്ത്രങ്ങൾ മനസ്സിലാക്കാൻ നാം സന്നദ്ധരാകണം, നാം ബുദ്ധിയുള്ളവരാകണം. സുന്നത്ത് ജമാഅത്തിന്റെ അതിന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും ദീനിന്റെ ഖൈറിന് വേണ്ടി ഈ വിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടി സുന്നത്ത് ജമാഅത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണമെന്നാണ് മുസ്ലിം സമൂഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾ ഞാനും ഒക്കെ മരിക്കുന്നവരാണെന്ന ബോധത്തോടെ ജീവിക്കും. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് അവർക്ക് അവരുടെ നാട് വിടാൻ കഴിഞ്ഞതാണ്. അവർക്ക് ദീനീ പ്രചരണത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വരാൻ സാധിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ, സുമ്മലം യർതാബു, അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. അവർ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചവരാണ്. ആ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായപ്പോൾ പകൽ സമയത്ത് വാളെടുത്ത് യുദ്ധം ചെയ്യുന്ന രംഗത്ത് സജീവമായി ദീനിന്റെ എതിരാളികളോട് പോരാടാനുണ്ടെങ്കിലും രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ ഉറക്കൊഴിക്കുന്നതിൽ സഹാബത്തിന് ബുദ്ധിമുട്ട് തോന്നിയില്ല. ഖന്തഖിന് വേണ്ടി കിടങ്ങ് കീറുന്ന സമയത്ത് നഹ്നുല്ലദീന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീന അബദാ,
ഞങ്ങൾ റസൂലുള്ളാഹിയുമായി കരാറിൽ ഏർപ്പെട്ട മുഅ്മിനീങ്ങളാണ്. ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയേ പറ്റൂ. അവർക്ക് വയറ്റിന് കല്ല് വെച്ച് കെട്ടിയിട്ട് വികാസെടുത്ത് പ്രവർത്തിക്കും, വികാസെടുത്ത് കൊത്തുന്ന സമയത്ത് അവർക്ക് വിഷമം തോന്നിയില്ല. അതേ സഹോദരന്മാരെ, സാധുക്കളായ നമ്മൾ ദീനിനു വേണ്ടി എന്ത് ചെയ്തു? ദീനിനു വേണ്ടി എന്ത് പ്രവർത്തിച്ചു? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലത്തും സജീവമായി കൊണ്ടുവരണം. SSFന്റെ പ്രവർത്തകന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, അതിന്റെ ഖിദ്മത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കണം. എന്റെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെ, പ്രവർത്തകന്മാരെ, നിങ്ങൾ സുബ്ഹി ഖളാക്കാത്ത പ്രവർത്തകനാകണം, സുന്നത്ത് നിസ്കരിക്കുന്ന പ്രവർത്തകനാകണം, നിങ്ങൾ തലമറച്ച് നിസ്കരിക്കുന്ന പ്രവർത്തകനാകണം, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന പ്രവർത്തകനാകണം, നിങ്ങൾ ദിക്ർ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തകനാകണം, ഒരു ദിവസം അല്പമെങ്കിലും ഖുർആൻ ഓതുന്ന പ്രവർത്തകനാകണം. നിങ്ങൾ ഒരു വിഭാഗം അലിമീകളെയും ചീത്ത പറയണ്ട, തെറി പറയണ്ട. നിങ്ങൾക്ക് അല്ലാഹു തന്ന ആരോഗ്യ സമയത്ത് ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്തോ. SYSന്റെ പ്രവർത്തകന്മാരെ, നമ്മൾ മാതൃകാ പുരുഷന്മാരാകണം. എന്റെ കാരണവന്മാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, നിങ്ങളേത് പാർട്ടിക്കാരായാലും ഇല്ലെങ്കിലും നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുകയും ദീനിന്റെ ഖിദ്മത്ത് ചെയ്യുന്നവർ, അവരേത് കക്ഷികളായാലും ദീനീ ഖിദ്മത്തിന് സഹായം നൽകുന്നവരാകണം. നമുക്ക് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെറിയ ഖിദ്മത്ത് ചെയ്ത പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ സമയങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ആഖിറം ചിന്തിച്ചുകൊണ്ട് ജീവിക്കണം. നരകമെന്നൊക്കെ കേട്ടതേ ഉള്ളൂ, ഖൽബിലേക്ക് വേണ്ടതുപോലെ കടന്നിട്ടില്ല. കടന്നെങ്കിലെങ്കിലേ സുബ്ഹി ഖളാക്കുന്നത്, കടന്നെങ്കിലെങ്കിലേ കളവ് പറയുന്നത്, നരകത്തെക്കുറിച്ചുള്ള ഭീതി ഹൃദയത്തിൽ കടന്നെങ്കിൽ അന്യന്റെ ഹക്ക് നീ എങ്ങനെ പിടിച്ചെടുക്കുന്നത്? നരകത്തിനെ കുറിച്ചുള്ള ഭീതി ഖൽബിലേക്ക് കടന്നെങ്കിൽ അന്യപുരുഷന്റെ മുന്നിലേക്ക് നീ എങ്ങനെ പെണ്ണേ ഇറങ്ങിപ്പോകുന്നത്? ഓ സഹോദരന്മാരെ, അതാ നരകത്തിനെ കുറിച്ചുള്ള ബോധം ഖൽബിലുണ്ടെങ്കിൽ കള്ള് ഷാപ്പിലേക്ക് എങ്ങനെ നീങ്ങിപ്പോകുന്നത്? ഞാൻ നിങ്ങളോടൊരു ചെറിയ ഹദീസ് പറയട്ടെ, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് നിർത്തണം. അല്ലാഹു നമ്മുടെ സദസ്സ് അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസായി, നമ്മുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന മജ്‌ലിസായി സ്വീകരിക്കട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് എന്നെ പ്രസംഗം നിർത്തുന്നു. അതിനു മുമ്പ് നിങ്ങളോടൊരു ഹദീസ് ഓർമ്മപ്പെടുത്തുന്നു. നരകമെന്നൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഖൽബിൽ വേണ്ടതുപോലെ കടന്നില്ല. أهون أهل النار عذابا أبو طالب وهو متنعل بالعليل يغلي منهما دماؤه. ചെറുപ്പക്കാരെ, നിങ്ങളൊന്ന് ഈ ഹദീസിലേക്ക് ശ്രദ്ധിക്കൂ. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നരകത്തിൽ ഒരുപാട് തെമ്മാടികൾ വന്നുപോയി, ഒരുപാട് ദോഷികൾ വന്നുപോയി, അവിശ്വാസികൾ വന്നുപോയി. എന്നാൽ നരകത്തിലതാ ഒരു ചെറിയ ശിക്ഷ ലഭിക്കുന്ന ഒരാള്, ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നത് അദ്ദേഹത്തിനാണ്. നരകത്തിലുള്ള ജനങ്ങളിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ഒരാള് ആരാണത്? അഹ്വനു അഹ്ലിന്നാരി അദാബൻ അബൂ താലിബ്. അത് അബൂ താലിബാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ അബൂ താലിബ് റസൂലുള്ളാഹിനെ കുട്ടിക്കാലത്ത് പോറ്റിയെടുത്ത ആളാണ്, കുട്ടിക്കാലത്ത് സംരക്ഷണം നൽകിയ ആളാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത അബൂ താലിബ്, അതേ ലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി ബിൽ ഖൈരി അദിയാനിൽ ബരിയത്തി ദീൻ
ബിനാ ലൗലൽ മലാമത്തു വല്ലദാ വൽഹദാറു ബസബ്ബതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, മുഹമ്മദേ, നിന്റെ ദീന് സത്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ബോധ്യമുണ്ട്. പക്ഷേ എന്റെ കുടുംബക്കാരും എന്റെ ആളുകളും ആക്ഷേപിക്കൂന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആ മനസ്സിലുള്ള ഞാൻ തുറന്നു പറയാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ തുറന്നു പറയാൻ ഭാഗ്യം കിട്ടാത്ത അബൂ താലിബ് നരകത്തിലതാ കൊണ്ടുവരുന്നു. നരകത്തിൽ വെച്ച് ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആള് അബൂ താലിബാണ് കേട്ടോ. പക്ഷേ എന്റെ ചെറുപ്പക്കാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലുള്ള ചെറിയ ശിക്ഷയൊന്ന് നമുക്ക് വിവരിച്ചു തരുന്നു. എന്താണ് അബൂ താലിബിന് നരകത്തിൽ വെച്ച് കൊടുക്കുന്ന ശിക്ഷ? അബൂ താലിബിന് 2 ചെരിപ്പ് കൊടുത്തുപോയി. 2 ചെരിപ്പ് നരകത്തിൽ വെച്ച് അതാ അബൂ താലിബിന് കൊടുക്കുന്ന ശിക്ഷ അതാണ്. തീന്റെ കട്ട കൊണ്ടുള്ള 2 ചെരിപ്പാള്, അല്ലെങ്കിൽ 2 ഷൂവാള്. ആ 2 ചെരിപ്പ് അബൂ താലിബിന് കൊടുത്തു. അബൂ താലിബിന്റെ കാലിച്ചെരിപ്പും വെക്കാതെ നിവൃത്തിയില്ല. അബൂ താലിബിന്റെ കാലെടുത്ത് ഈ ചെരിപ്പിന്റെ മേലെ അങ്ങ് വെക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുന്നു, യഗ്ലീ ബിൽഹുമാ ദിമാഉഹു. അബൂ താലിബിന്റെ കാലി തീക്കട്ടയുടെ ചെരുപ്പിന്റെ മേലെ അങ്ങ് എടുത്തു വെക്കുമ്പോഴേക്ക് അബൂ താലിബിന്റെ തലച്ചോറ് മേൽഭാഗത്ത് നിന്ന് അതാ പതച്ചു പൊങ്ങിപ്പോയി, തിളച്ചു പൊങ്ങിപ്പോയി. കാലിന്റെ മേലെ 2 ചെരുപ്പ് വെച്ചതേ ഉള്ളൂ. അബൂ താലിബിന്റെ തലച്ചോറ് തിളച്ചു പൊങ്ങിപ്പോയി. ആ നിലക്കാട് അതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഞാനും നിങ്ങളും നരകമെന്ന് കേട്ടു, സ്വർഗമെന്ന് കേട്ടു. സ്വർഗത്തിലുള്ള ആഗ്രഹം നമ്മുടെ കൽബിലേക്ക് വേണ്ടതുപോലെ കടന്നാൽ പിന്നെയുണ്ടോ ദുനിയാവിന് വേണ്ടി ദീന് വിക്കലുണ്ടോ? കാര്യലാഭത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയുണ്ടോ? ലോകമാന്യത്തിന് വേണ്ടിയുള്ള ചിന്തയുണ്ടോ? ആഖിറത്തെ സംബന്ധിച്ചുള്ള ബോധം കൽബിലിങ്ങ് കടക്കാത്തത് കൊണ്ട് നിസ്കാരം കളാക്കുന്നതിനും മടിയില്ല, അന്യന്റെ ഹക്ക് വാറ്റിലാക്കുന്നതിനും മടിയില്ല, പലിശ വാങ്ങുന്നതിനും മടിയില്ല, പലിശ കൊടുക്കുന്നതിനും മടിയില്ല, എന്ത് ചെയ്യുന്നതിനും മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം അതപ്പതിക്കുകയല്ലേ? അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. വാളുകൾ ധാരാളമായി നടക്കുന്നുണ്ട്. പറയുന്ന എന്നെ പോലുള്ളവർ ഞങ്ങൾ തന്നെ ഇങ്ങ് നന്നാകണ്ടേ സഹോദരന്മാരെ, കേൾക്കുന്നവരും നന്നാകണ്ടേ. അല്ലാഹു നമ്മുടെ എല്ലാം ഖൽബിനെ ശുദ്ധീകരിക്കട്ടെ. സമയങ്ങൾ വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ബോധമുള്ളവരായി യാത്രയിലാണ് നമ്മളെന്ന ബോധത്തോടെ ആഖിറത്തിന് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ആശയങ്ങളിൽ പെട്ടുപോയ ആളുകൾ, അവരറിവ് കുറഞ്ഞവരാണ്. നരകത്തിൽ കടക്കണമെന്ന് മനസ്സിലാക്കി ഒരാളും ജമാഅത്ത് ഇസ്ലാമിയിൽ മെമ്പർഷിപ്പ് എടുക്കില്ല. മുജാഹിദിൽ ഒരാൾ നരകത്തിൽ കടക്കണമെന്ന് മനസ്സിലാക്കി പോയി അംഗമാവുകയില്ല. അവരബദ്ധത്തിൽ അറിവില്ലാത്തതുകൊണ്ട് ചിലരവരെ പറ്റിച്ചു കളഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അവർക്ക് വളരെ നല്ല നിലക്ക് ഇസ്ലാമിന്റെ തെളിവുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഹഖായ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അവരെ തെറി പറഞ്ഞതുകൊണ്ടോ ചീത്ത പറഞ്ഞതുകൊണ്ടോ അവർ നമ്മുടെ സഹോദരന്മാര് നന്നാവുകയില്ല. നന്നാക്കിയെടുക്കാൻ എങ്ങനെ കഴിയും? അതുകൊണ്ട് നമുക്ക് ആഖിറത്തിൽ എങ്ങനെ പ്രതിഫലം നേടാൻ കഴിയുമെന്ന ചിന്തയിൽ പിഴച്ചുപോയവരെ സത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത്. ഹക്കിന് വേണ്ടി ഹക്കിന്റെ പ്രചരണം നടത്തുമ്പോൾ അത് നമുക്ക് നിർബന്ധമാണ്. നാം പറയുന്ന വാക്കുകൾ അല്ലാഹുവിങ്കൽ റിക്കാർഡാണ്, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹുവിങ്കൽ റിക്കാർഡാണ്. ഈ ബോധത്തോടുകൂടിയാകണം. ഖുലാലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ
ഫിർഔന് നന്നാവുകയില്ലെന്ന് അല്ലാഹുവിന് ഉറപ്പുള്ളതോടുകൂടി തന്നെ ഫിർഔനിന്റെ സമീപത്തേക്ക് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ പറഞ്ഞയച്ച ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടും ഫിർഔനിന്റെ സമീപത്ത് പോയി നിങ്ങൾ നല്ല നിലയ്ക്ക് ലളിതമായി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നല്ലേ അല്ലാഹുവിന്റെ കൽപ്പന. കാരണം ഫിർഔന് നന്നാവുകയില്ലെങ്കിലും ഫിർഔനിന്റെ അനുയായികളിൽ ഒരുപാട് ആളുകൾ നന്നാകാൻ സാധ്യതയുള്ളവരുണ്ട്. അവർക്ക് ഫിർഔനിനോട് നിങ്ങളെ സമീപനം നല്ല നിലക്ക് കണ്ടാൽ മൂസാ നബിയെ അനുയായികളിൽപ്പെട്ട പലരും ഫിർഔനിന്റെ ഭാഗത്തു നിന്ന് നിങ്ങളെ അനുയായി വൃന്ദത്തിലേക്ക് വന്നുകൊള്ളും. അതുകൊണ്ട് തന്നെ ഫിർഔന് നന്നാവുകയില്ലെങ്കിലും അവന്റെ സമീപത്ത് നല്ല നിലയ്ക്ക് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആൻ അതാ അല്ലാഹു നൽകിയ നിർദ്ദേശം എടുത്തുദ്ധരിക്കുന്നു. പ്രസംഗകന്മാർ, പ്രവർത്തകന്മാർ ആഖിറത്തിന് വേണ്ടിയാകുമ്പോൾ അവര് ജനങ്ങൾ നന്നാകണം എന്ന ചിന്തയിൽ വാശിക്ക് വേണ്ടിയല്ല, വൈരാഗ്യത്തിന് വേണ്ടിയല്ല, വിദ്വേഷത്തിന് വേണ്ടിയല്ല, ദീനിന് വേണ്ടി നല്ല നിലക്ക് ഉപദേശങ്ങൾ നടത്തണം. പണ്ഡിതന്മാര് ഡോക്ടർമാരെ പോലെയാണ്. രോഗികൾക്ക് ദേഷ്യം പിടിച്ചാലും ഡോക്ടർക്ക് ദേഷ്യം പിടിക്കാൻ പാടില്ല. രോഗികൾ ചീത്ത പറഞ്ഞാലും ഡോക്ടർ തിരിച്ചു ചീത്ത പറയാൻ പാടില്ല. ഡോക്ടർ മനസ്സിലാക്കണം അത് രോഗമുള്ളത് കൊണ്ടാണ്, ആരോഗ്യം അവനുണ്ടാക്കി കൊടുക്കലാണ് ഡോക്ടറായ എന്റെ ഉത്തരവാദിത്വം. എന്റെ ഡോക്ടറുടെ പണിയെടുക്കുമ്പോൾ എന്റെ കയ്യിൽ ചിലപ്പോൾ മലം എനിക്ക് തൊടേണ്ടി വരും. എനിക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങൾ എനിക്ക് കൈകൊണ്ട് പിടിക്കേണ്ടി വരും. ചിലപ്പോൾ രോഗിയുടെ തല്ലുകൊണ്ടെന്ന് വരും, ചിലപ്പോൾ രോഗിയുടെ ചീത്ത കിട്ടിയെന്ന് വരും, ചിലപ്പോൾ രോഗി എന്നെ കാലുകൊണ്ട് ചവിട്ടിയെന്ന് വരും. ആ സമയത്തൊക്കെ ക്ഷമിച്ചുകൊണ്ട് രോഗിയെ ചികിത്സിക്കലാണ് ഡോക്ടറുടെ ഉത്തരവാദിത്വം. ഇതുപോലെയാണ് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം. അതുപോലെ പണ്ഡിതന്മാർ ഒരു ഡോക്ടർ ഒരു മരുന്ന് കൊടുത്തിട്ട് അത് റിയാക്ഷനായാൽ മറ്റൊരു ഡോക്ടർക്ക് അത് ബോധ്യപ്പെട്ടാൽ തിരിച്ചു മരുന്ന് കൊടുക്കണം. അയാളും ഞാനും ഡോക്ടറെ കമ്മിറ്റിയിൽ ഒന്നാണല്ലോ എന്ന് മനസ്സിലാക്കി, ഞങ്ങളെ അസോസിയേഷനിൽ മെമ്പറാണല്ലോ എന്ന് മനസ്സിലാക്കി അവിടെ അയാൾ കൊടുത്ത മരുന്നിന്റെ അബദ്ധം ചൂണ്ടിക്കാണിക്കാതിരുന്നുകൂടാ. ഇതുപോലെ ഒരു പണ്ഡിതന്റെ ഫത്വ തെറ്റിയാൽ മറ്റൊരു പണ്ഡിതനത് ചൂണ്ടിക്കാണിക്കണം. അത് റിയാക്ഷനായ മരുന്നിന് പകരം ആവശ്യമുള്ള മരുന്ന് കൊടുക്കലാണ്. അതുകൊണ്ടത് ഡോക്ടർമാര് തമ്മിലുള്ള മത്സരമാണെന്ന് രോഗികൾ ചിന്തിക്കാൻ പാടില്ല. ഒന്നുകൂടി പറയട്ടെ, രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ സഹായിക്കാൻ ആശുപത്രിയിൽ കുറെ ജീവനക്കാര് വേണം, കമ്പൗണ്ടർമാര് വേണം, സിസ്റ്റർമാര് വേണം, അതുപോലെ കുറെ ആളുകൾ വേണം. അതുപോലെ SSFന്റെ പ്രവർത്തകന്മാർ, SYSന്റെ പ്രവർത്തകന്മാർ ഡോക്ടർമാരായ പണ്ഡിതന്മാരുടെ സഹകാരികളാണ്. അവരാശുപത്രിയിലെ ജീവനക്കാർ. എങ്ങനെയാണോ രോഗികളോട് പെരുമാറേണ്ടത് അതുപോലെ മറ്റുള്ളവരോട് പെരുമാറണം. എങ്കിലേ നമ്മുടെ ദീനീ പ്രവർത്തനം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച വഴിയിലാകുന്നുള്ളൂ. ഈ ബോധം നമ്മുടെ പ്രവർത്തകന്മാരിലുണ്ടാകണമെന്ന് പ്രത്യേകം ഉണർത്തി. എന്റെ സഹോദരന്മാരെ, സാലിഹീങ്ങളെ അതുകൊണ്ട് ഒരുപാട് തമ്മാടികൾ നന്നായിപ്പോയി. സാലിഹീങ്ങളെ പ്രസംഗം കൊണ്ട്, അവരുടെ തെളിവ് നിരത്തൽ കൊണ്ട് ധാരാളം ജമാഅത്തിലേക്ക് തിരിച്ചു വന്നുപോയി. കേട്ടില്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജുകളുമായി സംവാദം നടത്തിയപ്പോൾ 4000-ഓളം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വന്നുപോയി. കേട്ടില്ലേ ബഹുമാനപ്പെട്ട സിറിയുസ് റളിയല്ലാഹു അൻഹു വഅദ് പറയുന്ന മജ്ലിസ് ധാരാളം ജനങ്ങൾ വന്ന് ഹാജരായിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ വഅദിന് വന്നതല്ല. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ വഅദിന്റെ ശബ്ദം കേട്ടിട്ട് നിന്നുപോയതാണ്. സ്വർണത്തിന്റെ ആഭരണം ധരിച്ച, പട്ടിന്റെ വസ്ത്രം ധരിച്ച ഈ ചെറുപ്പക്കാരൻ അഹ്മദ് ബിൻ യസീദുൽ കാത്തിബ് എന്നാണ് പേര്. കുതിരപ്പുറത്ത് നിന്ന് വഅദ് കേട്ടുപോയി. വഅജബാ വഅജബാ, അത്ഭുതം തന്നെ, അത്ഭുതം തന്നെ.
ധിക്കാരം എത്ര ചെയ്തിട്ടും അല്ലാഹു തആല പിന്നെയും കാരുണ്യം ചെയ്യുന്നുണ്ടല്ലോ. പടച്ചവന്റെ വെള്ളം കുടിച്ചവന്റെ ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യൻ അല്ലാഹുവിന് നന്ദികേട് ചെയ്യാൻ ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ. അത്ഭുതം തന്നെ. ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിലിറങ്ങിയ സംസാരം കേട്ടപ്പോ അല്ലാഹുവിന്റെ അപാരമായ കഴിവിനെ കുറിച്ചും അടിമയുടെ ദൗർബല്യത്തെക്കുറിച്ചും ചിന്തിച്ച ഈ അഹ്മദ് ബിൻ യസീദ് അൽ കാത്തിബ് വാളിന്റെ സദസ്സിൽ ഒരേ നൃത്തം നിന്നുപോയി. വാൾ കഴിയുന്നത് വരെ നിന്നുപോയി. അന്ന് തിരിച്ചുപോയി. രണ്ടാം ദിവസവും വാളിൽ വന്നു. പട്ടിന്റെ വസ്ത്രമില്ല, സ്വർണത്തിന്റെ മോതിരമില്ല. മൂന്നാം ദിവസവും വാളിന് വന്നു. മൂന്നാം ദിവസത്തെ വാള് കഴിഞ്ഞ് തിരിച്ചു പോകുന്നില്ല. ഉസ്താദിന്റെ സദസ്സിൽ വന്നു. ഉസ്താദേ, ജീവിതത്തിൽ തെമ്മാടിത്തങ്ങളിൽ ലയിച്ചുപോയ എനിക്ക് മരിക്കണം ഉസ്താദേ. യജമാനന്റെ കോടതിയിൽ എന്റെ പോക്കെങ്ങനെ എന്നത് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അവിടുന്ന് ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്ത് തിരിച്ചുപോയ അഹ്മദ് ബിൻ യസീദ് അൽ കാത്തിബ് പിന്നീട് കണ്ടില്ല. ഒരു കൊല്ലത്തോളം കഴിഞ്ഞ്, ചുരുക്കി പറയട്ടെ, ഇടയ്ക്കൊരു പ്രാവശ്യം വന്ന് തിരിച്ചുപോയ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. ചുരുക്കി പറയുന്നു, ഒരു കൊല്ലത്തോളം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ മഖബറത്ത് ശരീരയുടെ അടുക്കലതാ ഒരു മയ്യിത്ത് ഹാജരായി നിസ്കരിക്കുന്നവരൊക്കെ വന്നോളൂ എന്നൊരു വിളി കേട്ടപ്പോ അങ്ങോട്ട് യാത്ര ചെയ്ത് അന്വേഷിച്ച് പിടിച്ച ആ സ്ഥലത്തെത്തി. ചെന്ന് നോക്കുമ്പോൾ പഴയ കാലത്ത് വഅദിന്റെ സദസ്സിൽ വന്ന് തൗബ ചെയ്ത് തിരിച്ചുപോയ ചെറുപ്പക്കാരനാണല്ലോ. അന്വേഷണം നടത്തി. നിങ്ങൾ മരിക്കുന്ന സമയത്ത് ഹാജറുള്ളവർക്ക് വല്ല സംഭവവും കാണാൻ കഴിഞ്ഞിരുന്നോ? ആ സമയത്തല്ലേ മറുപടി കേൾക്കുന്നത്? അതേ ഉസ്താദേ, മരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു മൂലയിലിരുന്ന് ഇബാദത്തെടുക്കുന്നത് കാണാറുണ്ട്. മരിക്കുന്ന ദിവസം വന്നപ്പോൾ കിടന്ന സ്ഥലത്ത് വെച്ചിങ്ങനെ മേൽപോട്ട് നോക്കി ചിരിക്കുകയാണ്. ചിരിക്കുന്നതിനിടയിൽ കയ്യിന്റെ വിരലുകൊണ്ട് എന്തോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മേലോട്ട് നോക്കുന്നു, ചൂണ്ടി ഇങ്ങനെ കാണിക്കുന്നു, ചിരിക്കുന്നു, പുഞ്ചിരിക്കുന്നു, വീണ്ടും ചിരിക്കുന്നു. ഈ ചിരിക്കുന്നതിനിടയിൽ ഒരു പ്രാവശ്യം അങ്ങോതി ലിമിസിലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ ലിമിസിലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. സ്വർഗത്തിന്റെ ചിത്രം കണ്ടപ്പോൾ സ്വർഗത്തിൽ കടന്ന ആളുകൾ സ്വർഗത്തിലെത്തിയതിന് ശേഷം പറയുന്ന വാചകം ലിമിസിലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഈ കാണുന്നത് പോലുള്ള ആനുകൂല്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ പ്രവർത്തിക്കട്ടെ എന്നർത്ഥം വരുന്ന ആയത്ത് ചിരിക്കുന്നതിനിടയിൽ അദ്ദേഹം അങ്ങ് ഓതി. പിന്നീട് റൂഹ് പിരിഞ്ഞുപോയി. സാലിഹീകളെ സദസ്സുകളിൽ നിന്ന് ചെയ്തുപോയ തെറ്റുകൾക്ക് തൗബ ചെയ്ത് സ്വർഗാവകാശിയാകാൻ വേണ്ടില്ല ഭാഗ്യം ലഭിച്ച എത്രയോ മഹാന്മാരുണ്ട്. ഇന്ന് പ്രസംഗിക്കുന്ന സാധുവായ ഞാൻ നിങ്ങളുടെ ദുആ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടണം. സാധുക്കളായ നമ്മളൊക്കെയും സാലിഹീകളുടെ ദുആ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടണം. സ്വന്തത്തിൽ യാതൊന്നുമില്ല. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, മിസ്കീൻമാരായ ഞങ്ങളെ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ആഖിറത്തിനു വേണ്ടിയുള്ള അമലായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ. എല്ലാവരും നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ പേരിൽ ഒരൽപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് ദിക്റ് ചൊല്ലണം. ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. സമയം അല്പം വൈകിയെങ്കിലും ദുആ കഴിയുന്നത് വേദികളൊക്കെ ഒരുമിച്ച് നിൽക്കണം. അള്ളാഹു നമുക്ക് ദുആക്ക് ഇജാബത്ത് തരും എന്ന് നാം പ്രതീക്ഷിക്കണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا രാജ സയ്യിദായ റഹ്മാനേ മിസ്കീൻമാരായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മഹനീയ ഹദറത്തിൽ നീ എത്തണം റഹ്മാനേ. അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ ഖൽബിൽ നീ ഏറ്റി തരണം റഹ്മാനേ. അവിടുത്തെ പൊരുത്തം ഞങ്ങളുടെ ജീവിതത്തിൽ നീ തരണം റഹ്മാനേ. അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങളുടെ പ്രചരണത്തിന് ഞങ്ങൾക്ക് തൗഫീഖിനെ ഏറ്റിത്തരണം റഹ്മാനേ. അവിടുന്ന് പഠിപ്പിച്ച ദീനിലായി ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണം റഹ്മാനേ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങൾ നിന്റെ സാധുക്കളായ അടിമകളാണ്. ഞങ്ങളിവിടെ നിന്റെ സാലിഹീങ്ങളെ സ്നേഹിച്ചു വന്നവരാണ്. ഞങ്ങൾ നീ ബഹുമാനിച്ചവരെ ബഹുമാനിച്ചു കൊണ്ട് ഒരുമിച്ച് കൂടിയതാണ്. അവരെ ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. ഞങ്ങൾ അവരെ ആദരിച്ചുകൊണ്ട് വന്നുകൂടിയ സദസ്സിൽ നിന്ന് ഞങ്ങളെ തിരിച്ചയക്കുമ്പോൾ അവര് പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി തിരിച്ചയക്കണം റഹ്മാനേ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നീ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും വന്നുപോയെങ്കിൽ ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യണം റഹ്മാനേ. നീ ഞങ്ങളുടെ രഹസ്യ ജീവിതം അറിയുന്നവനാണ്, ഞങ്ങളുടെ പരസ്യ ജീവിതവും അറിയുന്നവനാണ്. നിന്റെ ദീനിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെ അല്ലാതെ ഞങ്ങൾ വിമർശിച്ചിട്ടില്ല. ഞങ്ങൾ ഒരിക്കലും ഹക്കിനെതിരായി നിന്റെ ദീനിന്റെ കാര്യത്തിൽ സംസാരിച്ചിട്ടില്ല. അത് നീ അറിയുന്നവനാണ്. ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യണം റഹ്മാനേ. വീഴ്ചകൾ പരിഹരിക്കണം റഹ്മാനേ. മനഃപൂർവ്വം നിന്റെ ദീനിനെതിരായി ഞങ്ങളൊരു വാക്കും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഖൽബിലുള്ള നിയ്യത്ത് നീ അറിയുന്നവനാണ്. ഞങ്ങളെല്ലാവരും നീ പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. പക്ഷേ ഞങ്ങൾ മനുഷ്യന്മാരാണ്, ഒരുപാട് ദൗർബല്യങ്ങളുള്ളവരാണ്, ഒരുപാട് ദോഷങ്ങൾ വന്നുപോയവരാകും, തെറ്റുകൾ വന്നുപോയവരാകും. ഞങ്ങളെ ജീവിതത്തിൽ നീ കൽപ്പിച്ച എന്തെങ്കിലും ഒഴിഞ്ഞു പോവുകയോ നീ വിരോധിച്ച എന്തെങ്കിലും ചെയ്തു പോവുകയോ ഉണ്ടായെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണേ റഹ്മാനേ. നിന്റെ അമ്പിയാക്കൾ നിന്നോട് താണുകേട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. തെറ്റുകളൊന്നും വന്നിട്ടില്ലാത്ത നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നോട് താണുകേട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കളെല്ലാം നിന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. നിന്റെ ഔലിയാക്കളെല്ലാം നിന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ആഖിർ സമാനിൽ ജീവിക്കുന്ന ചണ്ടിചവറുകളാണ് റഹ്മാനേ. അവരെ പോലെ ഞങ്ങളെ കൈവശത്തിൽ അമലുകളില്ല, അവരെ പോലെ ഞങ്ങൾക്ക് വിവരങ്ങളില്ല, അവരെ പോലെ ഞങ്ങൾ വളർന്നിട്ടില്ല, ഉയർന്നിട്ടില്ല. ഞങ്ങൾ അവരെ സ്നേഹിച്ചവരാണ്, അവരെ ആദർശത്തെ അംഗീകരിക്കുന്നവരാണ്. വ്യക്തി ജീവിതത്തിൽ അവരെ പോലെ സുന്നത്ത് നിസ്കരിക്കാനോ സുന്നത്ത് നോമ്പെടുക്കാനോ ദിക്റ് ചൊല്ലാനോ നിന്റെ പൊരുത്തം കരഗതമാക്കാനോ അവരെ പോലെ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ വളരെ സാധുക്കളാണ്. ഞങ്ങളുടെ അമലുകൾ ഉള്ളത് നീ സ്വീകരിക്കണം റഹ്മാനേ. എല്ലാ ന്യൂനതകളും പരിഹരിക്കണം റഹ്മാനേ. വന്നുപോയ തെറ്റുകൾക്ക് മാപ്പ് ചെയ്യണം റഹ്മാനേ. മാപ്പ് ചെയ്യണം റഹ്മാനേ.
നീ സ്നേഹിച്ചവരെ സ്നേഹിച്ചിട്ടുള്ള ഞങ്ങളെ അവരെ കൂടെ ഒരുമിച്ചൂട്ടുള്ള റഹ്മാനേ. ഞങ്ങളെ ആലിമീങ്ങൾ പലരും മരിച്ചുപോയി, ഞങ്ങളുടെ ബന്ധുക്കൾ പലരും വിട്ടുപിരിഞ്ഞുപോയി. ഞങ്ങളിൽ നിന്ന് ബാക്കിയുള്ള ആലിമീകൾക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ വിജ്ഞാനത്തിന്റെ വിളക്കായ തങ്ങളവറുകൾക്ക് ദീർഘായുസ് നൽകണം റഹ്മാനേ, ആഫിയത്ത് നൽകണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾക്കും എല്ലാ സാദാത്തീകൾക്കും നീ ആഫിയത്തിനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. അവരെ ദീർഘായുസ് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനേ. ഞങ്ങളെയും അവരെയുമെല്ലാം നീ പൊരുത്തപ്പെട്ടവരിൽ പെടുത്തണം റഹ്മാനേ. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അധ്വാനിക്കുന്ന വളണ്ടിയർമാർ, ഇവിടെ സംഭാവനകളും നേർച്ചകളും കൊടുത്തവർ, ഇതിനു വേണ്ടി ഉറക്കമൊഴിക്കുന്നവർ, ഈ പരിപാടിയിൽ ഖൈറായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർ, ഖൈറിനു വേണ്ടി അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ തന്നവരുണ്ട്, സദഖകൾ തന്നവരുണ്ട്, ഇവിടെ സദഖ ചെയ്തവരുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ ഹാസിലാക്കണം റഹ്മാനേ. രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനേ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഉള്ള മക്കളെ സാലിഹീകളാക്കണം റഹ്മാനേ. കടങ്ങളുള്ളവർക്ക് വീട്ടിൽ കൊടുക്കണം റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനേ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം റഹ്മാനേ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും ജീവിപ്പിക്കണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കണം റഹ്മാനേ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് തൗഹീദിന്റെ കലിമത്ത് ചൊല്ലി ഞങ്ങളെ മരിപ്പിക്കണം റഹ്മാനേ. നിന്റെ സാലിഹീകളെ പ്രിയം വെച്ച ഞങ്ങളെ അവരിൽ നിന്ന് നീ അകറ്റിക്കളയരുത് റഹ്മാനേ. ഞങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹപാഠികൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിക്കുന്ന ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ, ദീനിന്റെ പ്രവർത്തന രംഗത്തും മറ്റുമായി ഞങ്ങളോട് സഹകരിച്ച ആരെല്ലാം ഏതെല്ലാം നാടുകളിലുണ്ടോ അവർക്കെല്ലാവർക്കും നീ ചെയ്തു കൊടുക്കണം റഹ്മാനേ.